ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.
ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിലെ ദശമസ്കന്ധം 61-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനും ഭഗവാന്റെ പത്നിമാരും തമ്മിലുള്ള ആ ദാമ്പത്യ ബന്ധം എങ്ങനെയുള്ളതാണെന്ന് സൂചിപ്പിച്ചു. അതിനുശേഷം ഭഗവാന് അഷ്ടമഹിഷിമാരിൽ ഉണ്ടായിട്ടുള്ള 10 പുത്രന്മാർ വീതം, 16,008 ഭാര്യമാരിലും 10 പുത്രന്മാർ വീതമുണ്ട്. അതിൽ പ്രധാനികളായിട്ടുള്ളത് അഷ്ടമഹിഷിമാരാണ്. അവരുടെ പുത്രന്മാർ പ്രദ്യുമ്നൻ മുതലായിട്ട് ഓരോ ഭാര്യമാരിലും രുക്മിണി മുതലായിട്ടുള്ളവരിലുണ്ടായിട്ടുള്ള സന്തതികളെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രദ്യുമ്നൻ രുക്മിയുടെ മകളായ രുക്മവതിയെ വിവാഹം കഴിച്ചുവെന്നും ആ രുക്മിയുടെ ഭാര്യയായ പ്രദ്യുമ്നന്റെ ഭാര്യയായ രുക്മവതിയിൽ അനിരുദ്ധൻ എന്ന പുത്രൻ ഉണ്ടായി എന്നും ആ അനിരുദ്ധൻ ജനിച്ചത് ഭോജകടത്തിലാണ്, രുക്മിയുടെ രാജധാനിയിലാണ്, അല്ലെങ്കിൽ രുക്മിയുടെ താമസ സ്ഥലത്താണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൃഷ്ണന്റെ പുത്രപൗത്രാദികളായിട്ട് കോടിശഃ ബഭൂവു, കോടിക്കണക്കിന് ഭവിച്ചു. 16,000 ഭാര്യമാരാണ് കൃഷ്ണന് ഉണ്ടായത്. അവരിൽ നിന്ന് കോടിക്കണക്കിന് മക്കൾ ഉണ്ടായി എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇനി പരീക്ഷിത്ത് രാജാവ് ശുഖബ്രഹ്മർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. രുക്മി എങ്ങനെ തൻ്റെ ശത്രുവായ കൃഷ്ണന്റെ മകന് പ്രദ്യുമ്നന് തൻ്റെ മകളെ രുക്മവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ള അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ആ കഥ ആദ്യം പറയുന്നു. പിന്നീട് അതേ രുക്മിയുടെ തന്നെ പൗത്രിയെ ഭഗവാന്റെ പൗത്രൻ അനിരുദ്ധൻ വിവാഹം കഴിച്ച കഥയിലേക്ക് പോകുന്നു. ആ വിവാഹ കഥയ്ക്ക് ശേഷമാണ് ബലരാമസ്വാമിയും രുക്മിയുമായിട്ട് ചതുരംഗം കളിച്ചുകൊണ്ട് ബലരാമസ്വാമി ജയിക്കുമ്പോഴും രുക്മി ബലരാമസ്വാമിയെ വല്ലാതെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. നിങ്ങൾ ക്ഷത്രിയരൊന്നുമല്ല, നിങ്ങൾക്ക് ചൂതുകളിയൊന്നും അറിയില്ല, ചതുരംഗമൊന്നും അറിയില്ല, നിങ്ങൾ ജയിച്ചിട്ടില്ല, നിങ്ങൾ തോറ്റിരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അശരീരി ആകാശത്തു നിന്നുണ്ടാകുന്നു. ജയിച്ചത് ബലരാമനാണ്, രുക്മി നുണ പറയുകയാണ്, അമൃതം പറയുകയാണ് എന്ന് പറഞ്ഞപ്പോഴും ഇവരെല്ലാം പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് വീണ്ടും രുക്മിയും രുക്മിയുടെ കൂട്ടുകാരനായ കലിംഗ രാജാവും ബലരാമസ്വാമിയെ പരിഹസിക്കുന്നു. ആ പരിഹാസം സഹിക്കവയ്യാതെ ബലരാമസ്വാമി തൻ്റെ കയ്യിലുള്ള ഒലയ്ക്ക കൊണ്ട് രുക്മിയെ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. അതാണ് രുക്മിവധം. അപ്പോൾ ഏതൊരു രുക്മിയെ രുക്മിണിയുടെ വിവാഹ സന്ദർഭത്തിൽ ഭഗവാൻ അല്പം വിരൂപനാക്കിയപ്പോൾ അതിനെതിരെ ഭഗവാനെ ശാസിക്കുകയും രുക്മിണിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തുവോ, അതേ ബലരാമന്റെ കൈകൊണ്ട് ആ രുക്മി തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഓരോരുത്തരും വിളിച്ചു വരുത്തുകയാണ് അവരുടെ മരണം എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഭാഗം വായിച്ച് കാണാം. ഞാനിപ്പോൾ 20-ാം ശ്ലോകം മുതൽക്കേ വായിക്കുന്നുള്ളൂ. രാവിലത്തെ വായിച്ച ഭാഗം ഇനി വായിക്കുന്നില്ല, പറഞ്ഞ ഭാഗം വായിക്കുന്നില്ല. 20-ാം ശ്ലോകം മുതൽക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
अद श्रीमद्भागवते दशमस्कन्धे उत्तरार्धे 61तमोऽध्यायः। राजोवाच कथं रुक्म्यरिपुत्राय प्रादाद्दुहितरं युधि कृष्णेन परिभूतस्तं हन्तुं रन्ध्रं प्रतीक्षते। एतदाख्याहि मे विद्वन् दिशोर्वैवाहिकं मिदः अनागतम् अतीतं च वर्तमानम् अतीन्द्रियम् विप्रकृष्टं व्यवहितं सम्यक् पश्यन्ति योगिनः। श्रीशुक उवाच वृतस्वयंवरे साक्षात् अनङ्गो अङ्गयुधस्तया राज्ञः समेतान् निर्जित्य जहार एकरतो युधि। यद्यप्यनुस्मरन् वैरं रुक्मी कृष्णावमानितः व्यतरद्भागिनेयाय सुतां कुर्वन् स्वसुप्रियम्। रुक्मिण्यास्तनयां राजन् कृतवर्मसुतो बलि उपयेमे विशालाक्षीं कन्यां चारुमतीं किल। दौहित्र्यायानिरुद्धाय पौत्रीं रुक्म्यददाधरेः रोचनां बद्धवैरोपि स्वसुः प्रियचिकीर्षया। जानन् अधर्मं तद्यौनं स्नेहपाशानुबन्धनः तस्मिन्नभ्युदये राजन् रुक्मिणी रामकेशवौ पुरं भोजकटं जग्मुः साम्ब प्रद्युम्नगादयः। तस्मिन् निवृत्त उद्वाहे कालिङ्गप्रमुखा नृपाः दृप्तास्ते रुक्मिणं प्रोजुः बलम् अक्षैर्विनिर्जय। अनक्षज्ञो ह्ययं राजन् अपि तद्व्यसनं महत् इत्युक्तो बलमाहूय तेनाक्षैरुक्म्यदीव्यत। 100 सहस्रम् अयुतं रामः तत्राददे पणम् तं तु रुक्म्यजयत्तत्र कालिङ्गः प्राहसद्बलम्। दन्दान् सन्दर्शयन्नुच्चैः नामृष्यत्तद्हलायुधः ततो लक्षं रुक्म्यगृह्णाद् ग्लहं तत्राजयद्बलः। जितवान् अहमित्याह रुक्मी कैदवमाश्रितः। मन्युना क्षुभिदः श्रीमान् समुद्रैव पर्वणि जात्यारुणाक्षोऽतिरुषा न्यर्बुदं क्लहमादते। तं चापि जितवान् रामो धर्मेण चलमाश्रितः। रुक्मी जितं मयात्रे मे वदन्तु प्रास्निका इति। तदा ब्रवीत् नभो वाणी बलेनैव जितो ग्लहः धर्मतो वचनेनैव रुक्मी वदति वै मृषा। तामनादृत्य वैदर्भो दुष्टराजन्यचोदितः संकर्षणं परिहसन् बभाषे कालचोदितः। नैवाक्षकोविदायूयं गोपाला वनगोचराः अक्षैर्दिव्यन्ति राजानो बाणैश्च न भवादृशाः। रुक्मिणैवम् अधिक्षिप्तो राजभिश्चोपहासितः क्रुद्धः परिघमुद्यम्य जग्ने तं नृम्णसंसदि। कलिङ्गराजं तरसा गृहीत्वा दशमे पदे दन्तान् अपादयत् क्रुद्धो यो हसद्विवृतैर्द्विजैः। अन्ये निर्भिन्नबाहुरुचिरसो रुधिरोक्षिताः राजानो दुद्रुवुर्भीता बलेन परिघार्दिताः। निहते रुक्मिणी स्याले नाब्रवीत् साध्वसाधु वा रुक्मिणी बलयो राजन् स्नेहभङ्गभयाधरिः। ततो निरुद्धं सह सूर्ययावरम् रथं समारोप्य ययुः कुशस्थलीं। रामादयो भोजकटाद्दशार्हाः सिद्धाखिलार्ता मधुसूदनाश्रयाः। हरि ओम्। श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे अनिरुद्धविवाहे रुक्मिवधो नाम 61तमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते। ओम।
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഭാഗത്തേക്ക് പോകുന്നില്ല. ഭഗവാന്റെ ദാമ്പത്യവും ഭഗവാന്റെ പുത്രന്മാരിൽ പ്രമുഖരുടെ പേരുകളുമാണ്, ആവർത്തിക്കുന്നില്ല. 20-ാം ശ്ലോകം തൊട്ട് തന്നെ തുടരാം. രാജോവാച കഥം രുക്മ്യരിപുത്രായ പ്രാദാദ്ദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്തം ഹന്തും രന്ധ്രം പ്രതീക്ഷത്തെ ഏതദാഖ്യാഹി മേ വിദ്വൻ ദിശോർവൈവാഹികം മിതഃ. രാജോവാച കഥം രുക്മ്യരിപുത്രായ പ്രാദാദ്ദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്തം ഹന്തും രന്ധ്രം പ്രതീക്ഷത്തെ ഏതദാഖ്യാഹി മേ വിദ്വൻ ദിശോർവൈവാഹികം മിതഃ. അപ്പോ രുക്മിയുടെ മകളായ രുക്മവതിയെ പ്രദ്യുമ്നൻ വിവാഹം കഴിച്ചു, അതിൽ അനിരുദ്ധനുണ്ടായി എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് രാജാവിന് രുക്മിയും ഭഗവാനും തമ്മിൽ ശത്രുത നിലനിൽക്കെ എങ്ങനെ അവരുടെ മക്കൾ തമ്മിലുള്ള വിവാഹം നടന്നു അതറിയാനുള്ള, എങ്ങനെയാണത് സംഭവമെന്ന് വിസ്തരിച്ച് പറയണമെന്ന് ഏതദാഖ്യാഹി, ഇത് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോ രുക്മി ദുഹിതരം അരിപുത്രായ കഥം പ്രാദാദ്, ഇതാണ് മുഖ്യ ചോദ്യം. രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മി ദുഹിതാവ് എന്ന് പറഞ്ഞ മകൾ, ആ ദുഹിതാവിനെ ദുഹിതരം അരിപുത്രായ, അരി ശത്രുവാണ്, ശത്രുപുത്രായ ശത്രുവിന്റെ പുത്രനായ പ്രദ്യുമ്നായിക്കൊണ്ട് കഥം പ്രാദാദ്, എങ്ങനെ കൊടുത്തു, എപ്രകാരം കൊടുത്തു. യുധി കൃഷ്ണേന പരിഭൂത തം ഹന്തും രന്ധ്രം പ്രതീക്ഷത്തെ. ഈ രുക്മി എങ്ങനെ ഇരിക്കുന്ന ആളാണ്? അവസരം കാത്തിരിക്കുകയാണ് പ്രതികാരം ചെയ്യാൻ, അല്ലേ? അതാണ് രന്ധ്രം പ്രതീക്ഷത. രന്ധ്രം എന്ന് പറഞ്ഞാൽ ദ്വാരം, ഓട്ട. അതിന് മറ്റ് പല അർത്ഥങ്ങളിലും അവസരം എന്നും കൂടി അർത്ഥം. അപ്പൊ ഒരു ഗ്യാപ്പ്, ഒരു അവസരം കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. എന്തിനായിക്കൊണ്ട്? തം ഹന്തും, തം കൃഷ്ണം ഹന്തും, തന്റെ ശത്രുവായ കൃഷ്ണനെ ഹനിക്കുവാൻ അവസരം നോക്കിയിരിക്കുന്നവനല്ലേ രുക്മി, അല്ലേ? അയാൾ എന്തുകൊണ്ട് അവസരം കാത്തിരിക്കുന്നു? യുധി കൃഷ്ണേന പരിഭൂത, യുദ്ധത്തിൽ കൃഷ്ണനാൽ പരാഭവം ചെയ്യപ്പെട്ടു. പരാഭവം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തപ്പെടുക, പരാജയപ്പെടുത്തുക. അപ്പോ യുദ്ധത്തിൽ കൃഷ്ണനാൽ തോൽപ്പിക്കപ്പെട്ടവനായ രുക്മി കൃഷ്ണനെ വധിക്കുവാൻ അവസരം കാത്തിരിക്കുന്നവനല്ലേ? അദ്ദേഹം എങ്ങനെ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും കൃഷ്ണന്റെ മകന്? ഇതാണ് ചോദ്യം. അതിന് വിദ്വൻ, അല്ലയോ അങ്ങെല്ലാം അറിയുന്ന ആളാണല്ലോ, ദിശോഹോ മിതഃ വൈവാഹികം ഏതത് മേ ആഖ്യാഹി. ദിശോഹോ, ദിട്ട് എന്ന് പറഞ്ഞാൽ ശത്രു, ദ്വേഷമുള്ളവൻ. അതിന്റെ ദ്വിവചന ഷഷ്ടിയാണ് ദിശോഹോ. ശത്രുക്കളായ ദേഷ്യമുള്ളവരായ രണ്ടുപേർ തമ്മിൽ എങ്ങനെ വൈവാഹികം ബന്ധം, വൈവാഹികം എന്ന് പറഞ്ഞാൽ വിവാഹ സംബന്ധം, അത് എങ്ങനെ മിതഃ, മിതഃ എന്ന് പറഞ്ഞാൽ പരസ്പരം അന്യോന്യം എങ്ങനെ വൈവാഹികം സംഭവിച്ചു, എങ്ങനെ സംബന്ധമുണ്ടായി. ഏതദ്മയാക്കിയായി, ഇതെനിക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനും ഒരു ചോദ്യം കൂടിയുണ്ട് രാജാവിന്. അനാഗതം അതീതം ച വർത്തമാനം അതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിനഃ. അനാഗതം അതീതം ച വർത്തമാനം അതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിനഃ. അനാഗതം അതീതം അതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം വർത്തമാനം യോഗിനഃ സമ്യക് പശ്യന്തി. ഇവിടെ പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയുടെ മഹിമയെ പ്രശംസിക്കുകയാണ്. യോഗികളായ നിങ്ങൾ എല്ലാം വേണ്ട പോലെ കാണുന്നവരാണല്ലോ, അതുകൊണ്ടാണ് അങ്ങയോടത് ചോദിക്കുന്നത്. അപ്പോ എന്തെല്ലാം കാണുന്നു യോഗികള്? അനാഗതം, അനാഗതം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ,
ആഗമിക്കാത്തത്, വന്നിട്ടില്ലാത്തത്, വരാനിരിക്കുന്നത്. അപ്പം ഭാവിയിൽ വരാനിരിക്കുന്നതിനെയും അതീതം പാസ്റ്റ്, കഴിഞ്ഞുപോയത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തത്, ഇന്ദ്രിയ വിഷയമല്ലാത്ത കാര്യങ്ങളും മറ്റു ലോകങ്ങളിലുള്ളതും. അതുപോലെ അത് വിപ്രകൃഷ്ടം എന്നും പറയുന്നുണ്ട്. വിപ്രകൃഷ്ടം, പ്രകൃഷ്ടം എന്ന് പറഞ്ഞാൽ സമീപത്തുള്ളത്, വിപ്രകൃഷ്ടം ദൂരെയുള്ളത്. അപ്പൊ ദൂരെയുള്ള കാര്യങ്ങൾ, അന്യലോകങ്ങളിലുള്ള കാര്യങ്ങൾ, വ്യവഹിതം, ഇനി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഗൂഢമായിരിക്കുന്നത്. അപ്പൊ വ്യവഹിതം, വർത്തമാനം, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും. അപ്പൊ എല്ലാം ഭൂതം, ഭാവി, വർത്തമാനം, ദൂരെ ഇരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാം യോഗികളായിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ളവർ കാണുന്നുവല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള ഈ രുക്മിയുടെ ശത്രുത എങ്ങനെ മാറിയോ, ഭഗവാന്റെ മകനെ തൻ്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഒന്ന് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിന് പ്രശംസിച്ചതാണ്. അതിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയുന്നു. ശ്രീശുകവാച വൃതസ്വയം വരേ സാക്ഷാത് അനംഗോ അംഗയുതസ്തയാ രാജ്ഞഃ സമേതാൻ നിർജിത്യ ജഹാര ഏകരഥോ യുധി. ശ്രീശുകവാച വൃതസ്വയം വരേ സാക്ഷാത് അനംഗോംഗയുതസ്തയാ രാജ്ഞഃ സമേതാൻ നിർജിത്യ ജഹാരൈകരഥോ യുധി. ഒരു ശ്ലോകം കൊണ്ട് തന്നെ പ്രദ്യുമ്നൻ രുക്മവതിയെ വിവാഹം കഴിച്ച കഥ ചുരുക്കി പറഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അടുത്ത ശ്ലോകം കൂടിയുണ്ട്. അപ്പൊ എന്തായാലും ആരാണീ പ്രദ്യുമ്നനെ കുറിച്ച് പറഞ്ഞു. സാക്ഷാത് അനംഗ, സാക്ഷാത് അനംഗ, അനങ്കൻ കാമദേവൻ. അപ്പൊ സാക്ഷാൽ കാമദേവൻ തന്നെയാണ് ആര്? പ്രദ്യുമ്നൻ. അപ്പോൾ ആ അനങ്കനായിട്ടുള്ള അദ്ദേഹം അംഗയുധ, അംഗയുധൻ എന്ന് പറഞ്ഞാൽ ശരീരത്തോടു കൂടിയവനായിട്ട്. ഇവിടെ എന്താ ശരീരം? പ്രദ്യുമ്ന ശരീരം. കാമദേവന്റെ ശരീരം നഷ്ടപ്പെട്ട് കൃഷ്ണന്റെയും രുക്മിണിയുടെയും മകനായി പ്രദ്യുമ്നൻ എന്ന ശരീരം സ്വീകരിച്ചു. അതാണ് അംഗയുധ. അംഗേന യുധ അംഗയുധ, ശരീരത്തോടു കൂടിയവനായിട്ട്. സഹ അവൻ പ്രദ്യുമ്നൻ സ്വയംവരേ തയാവൃത, സ്വയംവരത്തിൽ രുക്മിയുടെ മകളായ രുക്മവതിയുടെ സ്വയംവരത്തിൽ ഇദ്ദേഹവും ചെന്നു, പ്രദ്യുമ്നനും ചെന്നു. ക്ഷണിക്കപ്പെടാതെ ചെന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്ഷണിച്ച് ചെന്നതായിരിക്കാം. കാരണം കൃഷ്ണനോടെ ശത്രുതയുള്ളൂ ആർക്ക്? രുക്മിക്ക്. സഹോദരിയായിട്ടുള്ള രുക്മിണിയോട് ശത്രുതയില്ല. പിന്നെ കാലം കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രക്തബന്ധം എല്ലാം മറന്നു പോകുമല്ലോ. രക്തബന്ധമല്ലാത്തവരോടുള്ള വൈരമേ മാറാതിരിക്കുള്ളൂ. രക്തബന്ധം തമ്മിലുള്ള വൈരം ചിലപ്പോൾ കാലം കൊണ്ട് മാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രദ്യുമ്നൻ സ്വയംവര വേദിയിൽ എത്തിയിരുന്നു. അപ്പോ തയാവൃത, തയാവൃത എന്ന് പറഞ്ഞാല് രുക്മവത്യാവൃത, രുക്മവതിയാൽ ഭരിക്കപ്പെട്ടു. രുക്മവതി മാലയും ഭരണമാലയുമായിട്ട് വന്നിരിക്കുന്ന വരന്മാർ, അല്ലെങ്കിൽ ആരൊക്കെയാണ് രാജകുമാരന്മാർ വന്നിരിക്കുന്നത്, അവരെയൊക്കെ നോക്കിയപ്പോൾ എല്ലാറ്റിലും വെച്ച് കാമദേവനായി, അല്ലേ, ശ്രീകൃഷ്ണ ഭഗവാന് തുല്യനായി ശോഭിക്കുന്ന സുന്ദരനായിരിക്കുന്ന പ്രദ്യുമ്നൻ, അതും തൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. അപ്പോൾ എന്താ പറയുക, സ്വഭാവവും സംസ്കാരവും ഗുണങ്ങളും യോഗ്യതകളും എല്ലാം അറിയാം. പലരിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ബന്ധുക്കളല്ലേ, ബന്ധുക്കളുടെ വിശേഷങ്ങൾ പരസ്പരം അറിയാതിരിക്കുമോ? എത്ര തന്നെ പണക്കുണ്ടെങ്കിൽ കൂടുതലായിട്ട് അന്വേഷിക്കും, അല്ലേ? അവൾ എങ്ങനെ കഴിയണോ, സുഖമായിട്ട് കഴിയണോ എന്ന് രുക്മി ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ കൂട്ടത്തിൽ രുക്മിണിക്കുണ്ടായ പുത്രന്റെ കാര്യവും അവന്റെ യോഗ്യതയെക്കുറിച്ചും അവൻ ശംബരാസുരനെ വധിച്ച് തിരിച്ചു വന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളൊക്കെ എന്തായാലും രുക്മിയുടെ കൊട്ടാരത്തിലും
പ്രശസ്തമായിട്ടുണ്ടാവും. അവിടുന്ന് ഈ കുട്ടി കേട്ടിട്ടുണ്ടാവും, രുക്മവതി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യം തോന്നിയിട്ടുണ്ടാവും. നേരിൽ കണ്ടപ്പോൾ ഉത്തമനാണെന്ന് ബോധ്യം വന്നു. അപ്പോൾ സ്വയംവരത്തിൽ കഴുത്തിൽ മാല അങ്ങോട്ട് ഇട്ടു. ആരുടെയും സമ്മതമൊന്നും ചോദിച്ചില്ല. അങ്ങനെ സ്വയംവരെ തയാവൃത, അവളാൽ വരിക്കപ്പെട്ടു. അപ്പോൾ മറ്റു രാജാക്കന്മാരൊക്കെ പ്രദ്യുമ്നനെ ആക്രമിച്ചു ശത്രുത കൊണ്ട്. അതാണ് സമേതാൻ രാജ്ഞഃ യുധി ഏകരഥഃ നിർജിത്യ ജഹാര. സമേതാൻ രാജ്ഞഃ, അവിടെ സമേതരായിരിക്കുന്ന രാജാക്കന്മാരെ യുധി, യുദ്ധത്തിൽ ഏകരഥഃ നിർജിത്യ, ഏകരഥനായിട്ട് ഒറ്റ രഥത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാവരെയും തന്നെ ആക്രമിച്ച ചുറ്റുമുള്ള രാജാക്കന്മാരെയൊക്കെ നിർജിത്യ, നിതരാം ചിത്വ, നന്നായി ജയിച്ചിട്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തി ഓടിച്ചിട്ട് അച്ഛൻ്റെ പാരമ്പര്യം കാത്തു, അച്ഛൻ്റെ മാനം കാത്തു. അല്ലേ? അച്ഛൻ എങ്ങനെയാണോ ആ അമ്മയെ, രുക്മിണീ ദേവിയെ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ, കുണ്ടിനത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ, വിദർഭയിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടുള്ള സമയത്ത് മറ്റു രാജാക്കന്മാരെയൊക്കെ ജയിച്ചത്, അതുപോലെ മകനും ആ വീര്യം കാണിച്ചു. അതാണ് സമേതാൻ രാജ്ഞഃ യുധി ഏകരഥഃ നിർജിത്യ ജഹാര, ഹരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ തൻ്റെ മരുമകൻ, അല്ലേ, പെങ്ങളുടെ മകൻ ഇപ്പോൾ മകളുടെ മകനുമായി, മകളുടെ ഭർത്താവുമായി, ജാമാതാവുമായി. മറ്റത് എന്താ പറയുക, മാതുലൻ, ഭാഗിനേയൻ, സഹോദരീപുത്രനെ ഭാഗിനേയൻ എന്ന് പറയും. ഇവിടെ രുക്മി മാതുലനാണ്. ഇപ്പൊ തന്റെ ഭാഗിനേയൻ കൊള്ളാം, തന്റെ ജാമാതാവാനുള്ള യോഗ്യതയുണ്ട് എന്ന് രുക്മിക്ക് ബോധ്യമായി. സഹോദരിയോട് വൈരവും ഇല്ലല്ലോ, സഹോദരി പുത്രനോടും ആ രക്തബന്ധം, മമത അതൊക്കെ ഉണ്ട് താനും. അപ്പൊ അങ്ങനെ എന്തുപറ്റി, രുക്മിക്കും അതിന് വലിയ തടസ്സമൊന്നും തോന്നിയില്ല, യോഗ്യത കുറവൊന്നും തോന്നിയില്ല. മറ്റത് കൃഷ്ണനെ കുറിച്ച് യോഗ്യതക്കുറവ് രുക്മിയുടെ ഉള്ളിലുണ്ട് എപ്പോഴും. രുക്മിക്ക് കൃഷ്ണനെ പരിഹാസമാണ്. പശുക്കളെ മേച്ചു നടന്നവൻ, കട്ടുകൊണ്ട് നടന്നവൻ, ഒരു യോഗ്യതയില്ലാത്തവൻ എന്നൊക്കെയുള്ള പേരുണ്ട്. അത് ദുസ്സംഗം കൊണ്ട് വന്നു ചേർന്നതാണ്. പ്രദ്യുമ്നനെ കുറിച്ച് അങ്ങനൊരു ചീത്ത ചിന്തയൊന്നും രുക്മിയുടെ ഉള്ളിലില്ല. അപ്പൊ ഇവിടെ നോക്കൂ, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യദ്യപ്യനുസ്മരൻ വൈരം രുക്മീ കൃഷ്ണാവമാനിതഃ വ്യതരത് ഭാഗിനേയായ സുതാം കുർവൻ സ്വസുപ്രിയം. യദ്യപ്യനുസ്മരൻ വൈരം രുക്മീ കൃഷ്ണാവമാനിതഃ വ്യതരത് ഭാഗിനേയായ സുതാം കുർവൻ സ്വസുപ്രിയം. മുമ്പ് കൃഷ്ണാവമാനിതഃ, കൃഷ്ണേന അവമാനിതഃ, അല്ലെ? മുമ്പ് രുക്മിണി സ്വയംവര സമയത്ത് കൃഷ്ണനാൽ അവമാനിക്കപ്പെട്ടവനായിട്ടുള്ള രുക്മി വൈരം അനുസ്മരൻ യദ്യപി, തന്റെ ഉള്ളിൽ കൃഷ്ണനോടുള്ള വൈരം അനുസ്മരിക്കുന്നുണ്ടെങ്കിലും, ഉള്ളിൽ വൈരമുണ്ടെങ്കിലും എന്തായി, സ്വസുഹു പ്രിയം കുർവന്. സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരി, സ്വസുഹു സഹോദരിക്ക് പ്രിയം കുർവന്. അപ്പൊ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് സഹോദരിക്ക് പ്രിയം ചെയ്യുന്നവനായിട്ട് ഭാഗിനേയായ സുതാം വ്യതരത്, തന്റെ ഭാഗിനേയനായിക്കൊണ്ട്, മരുമകനായിക്കൊണ്ട് മകളെ വിതരണം ചെയ്തു, വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോ രുക്മിയുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പൊന്നും ഉണ്ടാകാതെ പ്രദ്യുമ്നൻ തന്റെ കഴിവ് തെളിയിച്ചു, തന്റെ വീര്യം തെളിയിച്ചു, മറ്റു രാജാക്കന്മാരെയൊക്കെ ഏകരഥനായി പൊരുതി തോൽപ്പിച്ചു. അപ്പൊ അവിടെ വെച്ച് തന്നെ വിവാഹവും നടത്തി കൊടുത്തിട്ടുണ്ടാവും. അതാണ് വ്യതരത് എന്ന് പറഞ്ഞത്. അല്ലാതെ ഹരിച്ചു കൊണ്ടുവരൽ മാത്രമല്ല, കൊടുക്കലും ചെയ്തു. കന്യാദാനമായിട്ട് തന്നെ അവിടുന്ന് വിവാഹ ചടങ്ങ് നടത്തി എന്ന് താല്പര്യം. അപ്പൊ കുണ്ടിനപുരത്തിൽ വെച്ച് പ്രദ്യുമ്നനെ രുക്മവതി സ്വയംവരത്തിൽ വരിച്ചു. പ്രദ്യുമ്നൻ തന്നെ എതിർത്തവരെയൊക്കെ ജയിച്ചു. രുക്മി തന്റെ ഭാഗിനേയനായിട്ടുള്ള പ്രദ്യുമ്നന് മകളെ വിവാഹം കഴിച്ചു കൊടുത്തു സന്തോഷത്തോടെ, അനുമോദത്തോടെ, വിഹിതമായ രീതിയിൽ തന്നെ കല്യാണം നടത്തി എന്ന് താല്പര്യം.
തുടർന്ന് രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മസുതോ ബലി ഉപയേമേ വിശാലാക്ഷീം കന്യാം ചാരുമതീം കില. രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മസുതോ ബലി ഉപയേമേ വിശാലാക്ഷീം കന്യാം ചാരുമതീം കില. കൃഷ്ണന്റെ എല്ലാ ഭാര്യമാർക്കും ഓരോ പെൺകുട്ടികളും ഉണ്ട് അല്ലേ? അതില് മറ്റാരുടെയും പേരൊന്നും എവിടെയും പറയുന്നില്ല ഭാഗവതത്തില്, മറ്റേതെങ്കിലും പുരാണങ്ങളിൽ ഉണ്ടാവാം. അപ്പോ കൃഷ്ണന് രുക്മിണീദേവിയിലുണ്ടായ മകളുടെ പേര് പറയുന്നുണ്ട് ചാരുമതി എന്ന്. ആ ചാരുമതിയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയണം? കൃതവർമാവിന്റെ പുത്രന്. അവന്റെ പേര് ബലി എന്നാണ്. അപ്പൊ കൃതവർമാവിന്റെ പുത്രനായ ബലി എന്ന രാജകുമാരന് അല്ലെങ്കിൽ യാദവ പ്രമുഖനായിട്ടുള്ളവന് രുക്മിണിയുടെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അതാണ് ഇവിടുത്തെ ഈ ശ്ലോകത്തിലെ വിഷയം. രുക്മിണ്യാഹ തനയാം രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, രുക്മിണ്യാഹ തനയാം, രുക്മിണിയുടെ പുത്രിയെ, കൃതവർമ്മ സുതോ ബലി ഉപയമേ, കൃതവർമാവ് എന്ന യാദവ പ്രമുഖന്റെ പുത്രനായ ബലി എന്ന പേരുള്ളവൻ ഉപയമിച്ചു, വിവാഹം കഴിച്ചു. കൃതവർമാവിനെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സെമന്തകോപാഖ്യാനത്തിലെ അല്ല, അത് അക്രൂരനും കൃതവർമാവും തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. എന്താ, സത്യഭാമയെ വിവാഹം കഴിക്കാനിരുന്ന ആളെ പ്രേരിപ്പിച്ച് സത്രാജിത്തിനെ വധിക്കാനൊക്കെ കാരണമായത്. അപ്പോൾ ആ കൃതവർമാവ് എന്ന് പറയുന്ന യാദവ പ്രമുഖന്റെ മകൻ ബലി രുക്മിണിയുടെ പുത്രിയായ ചാരുമതിയും കന്യാം, ചാരുമതി എന്ന പേരുള്ള കന്യ, അവളെ വിശാലാക്ഷി എന്ന് വിശേഷിപ്പിച്ചു. അത് വിശാലാക്ഷി എന്നുള്ളത് പേരല്ല, വിശേഷണം. ചാരുമതി എന്നുള്ളതാണ് പേര്. അപ്പൊ നല്ല വലിയ കണ്ണുകളോടുകൂടിയ സുന്ദരിയായ ചാരുമതിയെ വിവാഹം കഴിച്ചു കൃതവർമാവിന്റെ മകൻ. അത് ചുരുക്കി പറഞ്ഞോടെ എല്ലാ പെൺമക്കളുടെയും കഥയൊന്നും പറയുന്നില്ല. അതുപോലെ എല്ലാ മക്കളുടെയും കല്യാണമൊന്നും പറയുന്നില്ല. ആരെയൊക്കെ വിവാഹം കഴിച്ചു എന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ പറയാൻ പോകുന്ന സാമ്പന്റെ വിവാഹം പറയും. എവിടെ? ദുര്യോധനന്റെ മകളായ ലക്ഷ്മണയെ സാമ്പൻ തട്ടിക്കൊണ്ടുവരുന്നത്. അത് ബലരാമസ്വാമിയുടെ ഒരു പരാക്രമം കാണിക്കാൻ കൂടിയിട്ട് ആ കഥ പിന്നീട് പറയും. അത് 68 മറ്റേ അധ്യായത്തിലോ മറ്റേ വരും, 68 69. ഇനി പറയാനിരിക്കുന്നതാണ് അനിരുദ്ധന്റെ ആദ്യ വിവാഹം. അതാണ് രുക്മിണിയുടെ പൗത്രിയുമായിട്ടുണ്ടായ വിവാഹം. അതിനെക്കുറിച്ച് പറയാൻ പോകുന്നു. ദൗഹിത്രായ അനിരുദ്ധായ പൗത്രീം രുക്മി അതദാധരേഃ രോചനാം ബദ്ധവൈരോപി സ്വസുഹു പ്രിയചികീർഷയാ ജാനൻ അധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധനഃ. ദൗഹിത്രായ അനിരുദ്ധായ പൗത്രീം രുക്മ്യതദാധരേഃ രോചനാം ബദ്ധവൈരോപി സ്വസുഹു പ്രിയചികീർഷയാ ജാനൻ അധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധനഃ. അപ്പോൾ ദൗഹിത്രായ അനിരുദ്ധായ പൗത്രീം രുക്മി അതദാത് ഹരേഹ്.
രോചനാം ബദ്ധവൈരോപി സ്വസുഹു പ്രിയ ചികീർഷയ. ഇവിടെ ഹരേഹേ ബദ്ധവൈരഹ അപി, ഹരിയുടെ നേരെ ബദ്ധവൈരനാണ് എങ്കിലും, ഭഗവാൻ കൃഷ്ണന്റെ നേരെ നല്ല വൈരമുണ്ട് ആൾക്ക് രുക്മിക്ക്, അത് മാറിയിട്ടൊന്നുമില്ല. ആ വൈരത്തോട് കൂടിയവനാണെങ്കിലും രുക്മി ദൗഹിത്രായ അനിരുദ്ധായ, ഇവിടെ ദൗഹിത്രായ അനിരുദ്ധായ എന്ന് പറയുമ്പോൾ രുക്മിയുടെ മകളുടെ മകനാണ് അനിരുദ്ധൻ. രുക്മിയുടെ മകളല്ലേ രുക്മവതി. മകളുടെ മകനായ രുക്മവതിയെ മകളുടെ മകനായ അനിരുദ്ധനായിക്കൊണ്ട് ദൗഹിത്രായ അനിരുദ്ധായ, ദുഹിത്ര എന്നൊക്കെ പറഞ്ഞാല് മകള് രുക്മവതി, അദ്ദേഹത്തിന്റെ പ്രദ്യുമ്നും രുക്മവതിക്കും കൂടി ഉണ്ടായവനാണ് അനിരുദ്ധൻ. അപ്പൊ തന്റെ പേരക്കുട്ടി തന്നെയാണ് ആർക്ക്? രുക്മിക്ക്. തന്റെ പൗത്രന്റെ സ്ഥാനം തന്നെയാണ് തന്റെ മകളുടെ മകനായിട്ടുള്ള അനിരുദ്ധനായിക്കൊണ്ട് പൗത്രിയും രോചനാം അതാത്, തന്റെ മറ്റൊരു പൗത്രിയെ, അവളുടെ പേരാണ് രോചന എന്ന് പറഞ്ഞത്, രോചന എന്ന് പറയുന്ന പൗത്രിയെ അതാത്. പൗത്രി എന്ന് പറയുമ്പോൾ പുത്രന്റെ മകൾ, മറ്റത് ദൗഹിത്രൻ എന്ന് പറഞ്ഞുല്ലോ. ദുഹിതാവിന്റെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൻ ദൗഹിത്രൻ, മകന്റെ മകൾ പൗത്രി, പുത്രന്റെ മകൾ പൗത്രി. അപ്പോൾ മകളുടെ മകനായ അനിരുദ്ധനായിക്കൊണ്ട് മകന്റെ മകളായ രോചനയെ വിവാഹം കഴിപ്പിച്ചു. രോചനാം അതതാത്, ദാനം ചെയ്തു. തദ് യൗനം അധർമ്മം ജാനന്നപി സ്നേഹപാശാനുബന്ധന സ്വസുഹു പ്രിയ ചികീർഷയാ. തദ് യൗനം, ആ ഒരു ബന്ധം, വളരെ അടുത്തവർ തമ്മിലുള്ളതായിട്ടുള്ള ഈ വിവാഹബന്ധം അല്ലേ, സഹോദരങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള, സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ളതായിട്ടുള്ള വിവാഹബന്ധം ചില കാലങ്ങളിൽ ചില ദേശങ്ങളിൽ ധർമ്മവിരുദ്ധമായിട്ട് കണക്കാക്കപ്പെടും. അതാണ് ഇവിടെ അധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. തദ് യൗനം അധർമ്മം ജാനന്നപി, അത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും സ്നേഹപാശാനുബന്ധന, സ്നേഹപാശം കൊണ്ട് അനുബന്ധനായിട്ട്, ആരോട്? സ്വസു, സഹോദരിയോടുള്ള സ്നേഹപാശം കൊണ്ട് അനുബദ്ധനായിട്ട് പ്രിയ ചികീർഷയ, സഹോദരിക്ക് പ്രിയം ചെയ്യുവാനായിക്കൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ അത് തദ് യൗനം എന്നുള്ള പ്രയോഗം കൊണ്ട് ആ ഒരു നേരത്തെ തന്നെ ബന്ധമുള്ളവർ തമ്മിലുള്ള ബന്ധമാണ്, യോനി ബന്ധമുള്ളവർ തമ്മിലുള്ള ബന്ധം, ഒരേ രക്തത്തിൽ പിറന്നവർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്നൊക്കെ അർത്ഥമാണ് തദ് യൗനം. മറ്റൊരർത്ഥത്തിൽ ശത്രുവിന് ഒന്നും ദാനം ചെയ്യരുത് എന്നൊക്കെ ഉണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പ്രദ്യുമ്നന്റെ വിവാഹത്തിലും പറയേണ്ടതായിരുന്നു അല്ലേ. ശത്രു കൊടുക്കുന്ന ഭക്ഷണം കഴിക്കരുത്, ശത്രുവിന് അങ്ങോട്ടൊന്നും കൊടുക്കരുത്, ശത്രുവിൽ നിന്നൊന്നും സ്വീകരിക്കരുത് അല്ലേ, ദാനം അങ്ങോട്ട് കൊടുക്കരുത്, ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് എന്നാണ്, അതൊക്കെ അറിയുമെങ്കിലും എന്നും ഒരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം, എടുക്കാം. എങ്കിലും ഇവിടെ രുക്മിയുടെ തന്നെ മകളുടെ മകനും മകന്റെ മകളും തമ്മിലുള്ളതായിട്ടുള്ളൊരു ബന്ധത്തെ ആ കാലത്ത് അല്പം എന്താ പറയുക, സ്മൃതികളിലൊക്കെ ചിലപ്പോൾ എതിർത്തിട്ടുള്ളതായിരിക്കും, സ്മൃതി വിരുദ്ധമായിട്ടുള്ളതായിരിക്കും. അതിപ്പോൾ എല്ലാ ദേശത്തും എല്ലാ കാലത്തൊന്നും സമ്മതമായിട്ടുള്ള കാര്യമല്ല. ഇവിടെ പ്രദ്യുമ്നന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സഹോദരന്റെയും സഹോദരിയുടെയും മക്കൾ തമ്മിൽ വിവാഹം കഴിച്ചു. അവിടെ അതൊന്നും വിസ്തരിച്ച് പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞു. എന്തായാലും ഇതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ ആ സാഹോദര്യ സ്നേഹത്തെക്കുറിച്ച് പറയാനാണ്. രുക്മിയും രുക്മിണിയും തമ്മിലുള്ള സ്നേഹത്തെ, അത്രയും സ്നേഹമാണ് രുക്മിണിക്ക് സഹോദരിയോട്, വാത്സല്യമുണ്ട്. അപ്പൊ സഹോദരിയുടെ പുത്രന്
പുത്രന്റെ പുത്രന് അനിരുദ്ധന് തന്റെ മകളെ തന്റെ പൗത്രിയെ കൊടുക്കുന്നതിൽ വളരെ സന്തോഷമായിരുന്നു. തമ്മിലുള്ള ആ ബന്ധം, രുക്മിണിയുമായിട്ടുള്ള ബന്ധം കളയാതിരിക്കാൻ, രക്തബന്ധം അകന്നു പോകാതിരിക്കാനായി കൊണ്ടൊക്കെ ആയിട്ട് മനഃപൂർവ്വം അദ്ദേഹം ചെയ്തു എന്നാണ് ഈ വിധം കല്യാണം നടത്തി. അപ്പൊ സഹോദരിയോടുള്ള സ്നേഹാധിക്യമാണ് ഇവിടുത്തെ വിഷയം. ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ബാക്കിയുള്ളതൊക്കെ സ്മൃതി വിഷയമാണ്. അതാത് കാലത്ത് ഓരോരോ സമൂഹങ്ങളുടെ ഇടയിലുള്ളതായിട്ടുള്ള അല്ലേ നടപ്പ്, നാട്ടു നടപ്പ് എന്നൊക്കെ പറയും. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ മുറപ്പെണ്ണ്, മുറച്ചക്കൻ, അല്ലെങ്കിൽ തായുമാമൻ. തായുമാമൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനുജനെ ഈ മരുമകള് അമ്മാമനെ വിവാഹം കഴിക്കും. മരുമകള് അമ്മാമനെ വിവാഹം കഴിക്കുക, അത് അവകാശമാണ് അവർക്ക് തമിഴ്നാട്ടിലെ പല സമൂഹങ്ങളുടെ ഇടയിൽ. തായുമാമൻ എന്നാ പറയുക. മാമാന്ന് തന്നെയാണ് വിളിക്കുക. കല്യാണം കഴിഞ്ഞാലും ഭർത്താവിനെ വിളിക്കുന്നത് മാമാന്ന് തന്നെയാണ്. കാരണം മാമൻ തന്നെയാണ്. അതുപോലെ സഹോദരന്റെയും സഹോദരിയുടെയും മക്കൾ തമ്മിലും വിവാഹമുണ്ട്. അത് മുറച്ചക്കൻ, മുറപ്പെണ്ണ് എന്ന് പറയുന്നത്. അപ്പോ പെൺകുട്ടി ഭർത്താവിന്റെ അമ്മയെ അമ്മാന്നോ അമ്മായി അമ്മാന്നോ അല്ല കാണുന്നത്. അവരുടെ ഭാഷയിൽ തമിഴില് അത്തൈ എന്ന് പറയും. അച്ഛൻ പെങ്ങളെ അത്തൈ എന്നാണ് കൂപ്പിടുക. അപ്പോൾ അത്തൈ 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 എന്നുള്ളൂ. ഇവിടെ ചെക്കന് അമ്മാമനാണ് ഭാര്യയുടെ അച്ഛൻ. അപ്പൊ മാമ എന്ന് തന്നെ കൂപ്പിടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഈ പാലക്കാട് ധാരാളമുണ്ട്. ഈ തമിഴ് സംസ്കാരമുള്ളവര്. അപ്പൊ ഇവിടെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാമെന്ന് പറയാം. ഇതൊന്നും ഡേർട്ടി എന്നൊന്നും നമ്മൾ പറയാൻ ആളല്ല. ഇതൊക്കെ ഏതെല്ലാം ദേശത്ത് എന്തെല്ലാം സംസ്കാരങ്ങളുണ്ട്. ഇതിനെ എല്ലാറ്റിനെയും നമ്മൾ ഡേർട്ടി എന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല. ഇതെല്ലാം മനുഷ്യർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. ഒരു സംസ്കാരത്തിന് വേണ്ടി നിശ്ചയിക്കുന്നതാണ് ഇതെല്ലാം. ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് ഓരോ ദേശത്ത് ഓരോ കാലത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പോൾ പരസ്പരം കലഹങ്ങൾ ഇല്ലാതിരിക്കാനും സ്വത്ത് പങ്കുവെച്ച് പോകാതിരിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സംഭവിക്കുന്നു. അതിൽ ചിലപ്പോൾ പല രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹത്തില് ചില എന്താ പറയുക ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട പോലെ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല ശാസ്ത്രങ്ങൾ. നല്ലതുപോലെ ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഒരു ശാസ്ത്രവും ഇങ്ങനെ ചെയ്യരുത്, ചെയ്താൽ. കാരണം പ്രകൃതിയിൽ മറ്റ് ജന്തുക്കളൊക്കെ അവിടെ അമ്മയും പെങ്ങളും ഒന്നുമില്ലാത്ത രീതിയിലാണ് എല്ലാ ജന്തുക്കളും ജീവിക്കുന്നത്. അതേപോലെ ഒരു ജന്തു തന്നെയാണ് മനുഷ്യനും. പക്ഷെ ആ മനുഷ്യന്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് പല സംസ്കാരം, പല കൾച്ചറുകൾ, പല സിവിലൈസേഷൻ ഒക്കെ പേര് പറഞ്ഞ് മനുഷ്യർ നടപ്പിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു കസ്റ്റംസിനെയും നമുക്ക് ഡേർട്ടി എന്നൊന്നും പറയാനില്ല. ആദിവാസികളുടെ ഇടയിൽ പല കൾച്ചറുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വ്യവസ്ഥകളാണ്. ഭാരതത്തിൽ തന്നെ പല ആദിവാസി മേഖലകളിൽ ചെന്നാൽ പലതരം വ്യവസ്ഥകളുണ്ട്. അപ്പോൾ സിവിലൈസ്ഡ് എന്ന് സോകോൾഡ് സിവിലൈസ്ഡ് എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ചിലത് ഡേർട്ടി ആയിട്ട് തോന്നുക ആണ്. എന്തായാലും അത് സമൂഹം പലതും നിഷിദ്ധമാക്കി കൽപ്പിച്ചിട്ടുണ്ട്. പല സമൂഹങ്ങൾ പലതും നിഷിദ്ധമാക്കി കൽപ്പിച്ചിട്ടുണ്ട്. അത് പല ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ്, ഒരു മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ഒരു അരാജകത്വം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവ്യവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒന്നിച്ച് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളാണ്, നിയമങ്ങളും ഒക്കെ അതിനു വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഏത് ദേശത്ത് നമ്മൾ താമസിക്കുന്നു, എന്താണോ അവിടുത്തെ നിയമം, ഏത് സമൂഹത്തിൽ നമ്മൾ ഇരിക്കുന്നു ആ സമൂഹത്തിൻ്റെ നിയമം എന്താണ്, അതൊക്കെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനെ
എതിർക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യല്ല. അത് സമൂഹ വിരുദ്ധമായിട്ട് കണക്കാക്കപ്പെടും. അപ്പം അതിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, മര്യാദക്കാരായി ജീവിക്കുക. മനുഷ്യൻ സമൂഹ ജീവിയാണ്, സാമൂഹ്യ ജീവിയാണ്. എല്ലാവരും നമുക്ക് വേണം. എല്ലാവരും നമുക്ക് സഹായികളായിട്ട് കൂടെ ഉണ്ടാവണമെങ്കിൽ എല്ലാവരും കൂടി നിശ്ചയിച്ച വ്യവസ്ഥകളെ നമ്മൾ അനുസരിക്കണം. എല്ലാ നിയമങ്ങളും മനുഷ്യ നന്മയ്ക്കായിക്കൊണ്ട്, സമൂഹ നന്മയ്ക്കായിക്കൊണ്ട് അറിവുള്ളവർ കൂടി ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്ന് തീരുമാനിക്കാം നമുക്ക്. അതിപ്പോൾ എല്ലാ സമൂഹത്തിലും ഒരുപോലെയല്ല, എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയല്ല. ഭാരതത്തിലും മുമ്പ് എന്താ പറയുക, ഒരു പുരുഷന് അനേകം വിവാഹം കഴിക്കാനുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാഹമേ ഒരു ഹിന്ദുവിന് ഒരേ സമയത്ത് പാടുള്ളൂ. അതിൽ നിന്ന് മോചനം നേടിയാലേ അടുത്തൊരു വിവാഹത്തെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ അവകാശമുണ്ട്. മറ്റു മതസ്ഥർക്കും അങ്ങനെയുള്ള നിയമങ്ങൾ കുറേയൊക്കെ ഉണ്ട്. പക്ഷേ പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്തായാലും സ്നേഹപാശാനുബന്ധന, അതാണ് ഇവിടുത്തെ മുഖ്യം. സ്നേഹപാശം കൊണ്ട് ബന്ധിതനായിട്ടുള്ള, അനുബന്ധമുള്ളവനായ രുക്മി തൻ്റെ സഹോദരിയോടുള്ള അമിതമായ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് സഹോദരിയുടെ മകനായ പ്രദ്യുമ്നനെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പ്രദ്യുമ്നന്റെ പുത്രനായ തൻ്റെ മകളുടെ പുത്രനായ അനിരുദ്ധനെ തൻ്റെ തന്നെ പൗത്രിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. തസ്മിൻ അഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവൗ പുരം ഭോജകടം ജഗ്മുഹു സാംബ പ്രദ്യുമ്നഗാദയഃ. തസ്മിൻ അഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവൗ പുരം ഭോജകടം ജഗ്മുഹു സാംബ പ്രദ്യുമ്നഗാദയഃ. അല്ലയോ രാജാവേ, പരീക്ഷിത് രാജാവേ, തസ്മിൻ അഭ്യുദയേ, ആ ഒരു അഭ്യുദയത്തിൽ, അഭ്യുദയം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മം. അപ്പോൾ കുടുംബത്തിൻ്റെ വൃദ്ധിക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നതാണ് വിവാഹം എന്നുള്ള കർമ്മം. വിവാഹം എന്നുള്ളൊരു അഭ്യുദയ കർമ്മമാണ്. അപ്പോൾ ആ ഒരു വിവാഹ കർമ്മത്തിൽ രുക്മിണി രാമകേശവൗ സാംബ പ്രദ്യുമ്നഗാദയഃ ഭോജകടം പുരം ജഗ്മുഹു. ഭോജകടം എന്നുള്ളത് രുക്മി പിന്നീട് നിർമ്മിച്ച പുരമാണ്. കുണ്ടിനം ന പ്രവേക്ഷ്യാമി എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു, അല്ലേ? ഞാൻ കൃഷ്ണനെ വധിക്കാതെ, എൻ്റെ സഹോദരിയെ വീണ്ടെടുത്ത് കൊണ്ടുവരാതെ ഇനി ഞാൻ കുണ്ടിനത്തിലേക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കുണ്ടിനത്തിലേക്ക് പോയിട്ടില്ല. വിദർഭ രാജധാനിയാണ് കുണ്ടിനം, അവിടേക്ക് പോയിട്ടില്ല. പുതിയൊരു സ്ഥലം ഭോജകടം എന്നുള്ളിടത്ത് അദ്ദേഹം തൻ്റെ ആസ്ഥാനമാക്കി അവിടെ ജീവിച്ചു പോന്നു. അപ്പോൾ ആ ഭോജകടം എന്ന ഒരു പട്ടണമാക്കിയിരുന്നു. അവിടേക്ക് ജഗ്മു ഗമിച്ചു. ആരൊക്കെ ഗമിച്ചു? രുക്മിണി തൻ്റെ പൗത്രന്റെ വിവാഹത്തിന് ചെന്നു. രുക്മിണി രാമകേശവൗ, ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും സാംബ പ്രദ്യുമ്നഗാദയഃ, മറ്റ് ശ്രീകൃഷ്ണപുത്രന്മാർ. പ്രദ്യുമ്നൻ പിന്നെ അച്ഛൻ്റെ സ്ഥാനത്ത്, അല്ലെ, അനിരുദ്ധന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് മുതലായവരും ആ ഭോജകടപുരത്തിലേക്ക് ഗമിച്ചു എന്നാണ്. അപ്പോൾ ഇനി ആ ഭഗവാനെ രുക്മി എതിർത്തുകൊണ്ടിരുന്നു, ദേഷിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ദുരന്തം, അദ്ദേഹത്തിൻ്റെ മരണം. ഭഗവാനെ വെറുക്കുക ഒരിക്കലും പാടില്ലാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വന്നു ചേർന്നു. സഹോദരിയോട് നല്ല സ്നേഹവാത്സല്യം, പാശമുണ്ട്. സഹോദരി ഭർത്താവിനെ ശത്രുവായി തന്നെ കാണുക. ഉള്ളിൽ നിന്ന് കറ പോകുന്നില്ല, ദേഷ്യം മായുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗ പ്രമുഖ നൃപാഹ ദൃപ്താസ്തേ രുക്മിണം പ്രോജുഹു ബലം അക്ഷൈർവിനിർജയ. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ
കാലിംഗപ്രമുഖാ നൃപാഃ ദൃപ്താസ്തേ രുക്മിണം പ്രോജുഃ ബലം അക്ഷൈർവിനിർജയ തസ്മിൻ ഉദ്വാഹേ നിവൃത്തേ സതി. ആ വിവാഹം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, മര്യാദകളെല്ലാം കഴിഞ്ഞു, എല്ലാവരും സാപ്പാടുമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതാണ് തസ്മിൻ ഉദ്വാഹേ നിവൃത്തേ ഉദ്വാഹേ, വിവാഹം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ കാലിംഗപ്രമുഖാഃ നൃപാഃ ദൃപ്താഃ, അഹങ്കാരികളായ ദർപ്പിതരായ കലിംഗൻ മുതലായ രാജാക്കന്മാർ അവര് രുക്മിണം പ്രോജുഹു, രുക്മിയോട് പറഞ്ഞു. എല്ലാവരും കൂടി രുക്മിയെ പ്രേരിപ്പിച്ചു. എന്തിന്? അക്ഷൈഹി ബലം വിനിർജയ. അക്ഷൈഹി എന്ന് പറഞ്ഞാലോ അക്ഷ എന്താ ക്രീഡ, ദീവ്യതേ എന്ന് പറയും. അക്ഷം ദീവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അച്ചുകൾ നിരത്തിക്കൊണ്ടുള്ള, അഥവാ ചതുരംഗത്തിലെ അച്ചുകളാണല്ലോ ആന, തേർ, കാലാൾ, കുതിരകളും റാണിയും മന്ത്രിയും രാജാവും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ ഒരു അച്ചുകളെ നിരത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള കളി. ആ ചതുരംഗ കളി കൊണ്ട് അക്ഷൈഹി ബലം വിനിർജയ, ബലനെ ജയിച്ചാലും, ബലൻ എന്നാൽ ബലരാമനെ, ബലരാമം വിനിർജയ, ബലരാമനെ ജയിച്ചാലും എന്ന് മൂപ്പിച്ചു. എന്ന് വെച്ചാൽ ഉള്ളിൽ കിടക്കുന്ന ആ പ്രതികാരം ശക്തി കൊണ്ട്, ആയുധങ്ങളെ കൊണ്ട് നേരിട്ട് ജയിക്കാൻ കഴിയില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കണം, ഇവർക്ക് ജയിക്കണം. അത് ഉള്ളിലുണ്ട്. രുക്മിയുടെ ഉള്ളിൽ ആ ദ്വേഷം എപ്പോഴും ഉണ്ട്. കൂട്ടുകാരോട് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. കൂട്ടുകാർക്കല്ലേ ഇയാളുടെ ഹൃദയം അറിയുള്ളൂ. അപ്പൊ കൂട്ടുകാരും അതറിഞ്ഞുകൊണ്ട് തന്നെ രുക്മിയുടെ സ്വഭാവത്തിനനുസരിച്ച് അദ്ദേഹത്തെ മൂപ്പിക്കുകയാണ്. ഇപ്പൊ നല്ല അവസരമാണ്, ഈ ബലരാമനെ നമുക്ക് ചൂതുകളിക്ക് വെല്ലുവിളിച്ചിട്ട് ജയിക്കാം. കൃഷ്ണനെ പേടിയുണ്ടവർക്ക്. കൃഷ്ണന്റെ അത്ര സ്മാർട്ടല്ല ബലരാമസ്വാമി. കൃഷ്ണൻ എന്തിലും സ്മാർട്ടാണ്. കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവനാണ് ഭഗവാൻ, അല്ലേ? അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ഇവരുടെ ഒരു വിളവും നടക്കില്ല എന്ന് അവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് അതിന് പകരമായിട്ട് ജ്യേഷ്ഠനെ ജയിച്ചാൽ അനുജനെ ജയിച്ചതുപോലെ തന്നെയാണല്ലോ, ആ വംശത്തിലുള്ളവരെയൊക്കെ ജയിച്ചതുപോലെയാണല്ലോ. അപ്പൊ അതാണ് ആ ഒരു പ്രതികാര ബുദ്ധി കൊണ്ട് ഒന്ന് അപമാനിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് കളിയിൽ വലിയ അറിവൊന്നുമില്ലാത്ത ബലരാമസ്വാമിയെ, എന്നാൽ കളി താല്പര്യമുള്ള ആളാണ് ബലരാമസ്വാമി, അത് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ബലരാമനെ വെല്ലുവിളിച്ച് ഈ ചൂതുകളിയിൽ തോൽപ്പിച്ചു വിടുക, നമുക്കൊരു ആശ്വാസമാവും. നമ്മുടെ ഉള്ളിലുള്ള വിങ്ങലൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടും, അല്ലേ? കംപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ അമർഷമെല്ലാം ഒന്ന് പുറത്തേക്കൊന്ന് തുറന്നു വിടാം. ഒരു ജയം കുറച്ച് പരിഹസിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ആശ്വാസമാകും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ രാജാക്കന്മാർ പറയുന്ന വാക്കുകൾ അടുത്തത് തുടരുകയാണ്. അനക്ഷജ്ഞോ ഹ്യയം രാജൻ അഭിതദ്വ്യസനം മഹത് ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മി അദീവ്യത. അനക്ഷജ്ഞോ ഹ്യയം രാജൻ അഭിതദ്വ്യസനം മഹത് ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മി അദീവ്യത. ആദ്യത്തെ വരി രാജാക്കന്മാർ പറയുന്നത് തന്നെയാണ്. ആരോട്? രുക്മിയോട്. എന്താ പറയണത്? ഹേ രാജൻ, അല്ലയോ രുക്മി രാജാവേ, അയം അനക്ഷജ്ഞഃ അപി തദ്വ്യസനം മഹത്. അയം എന്ന് പറഞ്ഞാൽ ഈ ബലരാമൻ അനക്ഷജ്ഞഃ, അക്ഷജ്ഞഃ ന. അക്ഷജ്ഞൻ ചൂതുകളി നന്നായിട്ട് അറിയുന്നവൻ, അക്ഷക്രീഡ അതിൽ ജ്ഞാനമുള്ളവൻ, അക്ഷഹൃദയം അറിയുന്നവൻ. പക്ഷേ ബലരാമൻ അനക്ഷജ്ഞനാണ്. എന്നാലും അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തദ്വ്യസനം മഹത്. വ്യസനം എന്ന് പറഞ്ഞാൽ അതിലൊരു താല്പര്യം, അഡിക്ഷൻ, വളരെ താല്പര്യമുണ്ട് ചൂതുകളിയിൽ. കൃഷ്ണനൊക്കെ നന്നായിട്ട് ഉദ്ധവനുമായിട്ടൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ ബലരാമസ്വാമിക്കും താല്പര്യം ഉണ്ടാവും, തനിക്കും കളിക്കണം എന്ന്. എന്നാൽ കൃഷ്ണൻ ചിലപ്പോൾ ഏട്ടനെ തോൽപ്പിക്കേണ്ടെന്ന് വെച്ച് കൂട്ടുണ്ടാവില്ല. എന്തായാലും നല്ല താല്പര്യമുള്ള ആളാണ്. വ്യസനം മഹത്.
അപ്പോ ഇത്യുക്തോ ബലമാഹൂയ തേന അക്ഷൈഹി രുക്മി അദീവ്യത. ഇത്യുക്ത രുക്മി, ഇങ്ങനെ പറയപ്പെട്ടവനായ രുക്മി ബലം ആഹൂയ, ബലരാമനെ വിളിച്ചു. വിവാഹം കഴിഞ്ഞ് എല്ലാവരും തമാശ പറഞ്ഞ് ആ ബന്ധങ്ങളെല്ലാം ഒന്ന് പുതുക്കിക്കൊണ്ട് സൗഹൃദം പങ്കുവച്ചിരിക്കുന്ന വേളയിൽ രുക്മി ബലരാമനെ ക്ഷണിച്ചു. അതെ, നമുക്ക് കുറച്ചു നേരം ചതുരംഗം കളിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ രാജാക്കന്മാരായിട്ടുള്ളവർ ചതുരംഗത്തിന് വിളിച്ചാൽ അതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് ഏറ്റെടുക്കണം എന്നാണ് ഒരു ധർമ്മം. അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പരസ്പരം കലഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ ചൂത് കളിക്കാനായിട്ട് ദുര്യോധനൻ വിളിക്കുന്നുണ്ട്. അപ്പൊ യുധിഷ്ഠിരന് അറിയാം അത് അധർമ്മമാണ്, പക്ഷെ അതിൽ താല്പര്യമുണ്ട്. മാത്രമല്ല, ഒരു ക്ഷത്രിയൻ മറ്റൊരു ക്ഷത്രിയൻ ഈ ചൂതുകളിയിൽ വെല്ലുവിളിച്ചാൽ അത് ഏറ്റെടുക്കണം എന്നും പറയുന്നുണ്ട്. ഏത് വെല്ലുവിളിയാണെങ്കിലും ഏറ്റെടുക്കണം. വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവനാണ് ക്ഷത്രിയൻ. മാത്രമല്ല, താനിപ്പോൾ വെല്ലുവിളിയെ നിരസിച്ചുകൊണ്ട് ഞാൻ കളിക്കാനില്ല എന്ന് പറഞ്ഞാലോ, അപ്പോൾ വേറൊരു രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ആ ശത്രുത തീർക്കാനായിക്കൊണ്ട് യുദ്ധം ഏറ്റവും വേഗം വന്നു ചേരും. മഹാഭാരതത്തില് യുദ്ധം 13 വർഷം നീണ്ടുപോയത് യുധിഷ്ഠിരൻ ചൂത് കളിച്ചത് കൊണ്ടാണ്. അതല്ലെങ്കിൽ 13 വർഷം മുമ്പേ യുദ്ധം നടന്നേനെ. അപ്പൊ യുദ്ധത്തെ ഒഴിവാക്കുക, ബന്ധുക്കൾ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം, അനാവശ്യമായിട്ടുള്ള യുദ്ധം എന്നൊക്കെ തോന്നിയിട്ട് കഴിയുന്നതും പ്രജകൾക്ക് ഹാനി ഉണ്ടാവാതിരിക്കാൻ, ബന്ധുക്കൾക്ക് നാശമുണ്ടാവാതിരിക്കാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കണം യുധിഷ്ഠിരൻ ആ ചൂതുകളി ഏറ്റെടുത്തതും കളിച്ചതും. അതല്ലെങ്കിൽ താനത് നിരസിച്ചാൽ, കളിക്കാനില്ല എന്ന് പറഞ്ഞാൽ വേറെ ആയുധങ്ങളുമായിട്ട് യുദ്ധത്തിന് അവർ സജ്ജരായിട്ട് വരും. അപ്പൊ യുദ്ധം അനിവാര്യമായി തീരും. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചു. അതാണ്. അപ്പൊ ഇവിടെയും ചൂതുകളി. ബലരാമസ്വാമിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യസനം ഉള്ളത് കൊണ്ട്, വ്യസനം എന്ന് പറഞ്ഞാൽ താല്പര്യം എന്നർത്ഥം, അഡിക്ഷൻ എന്നർത്ഥം. നമുക്കുണ്ട് വ്യസനം, അല്ലേ? നമുക്കിപ്പോൾ എന്താ വ്യസനം? ഭാഗവത ഗംഗ. നമ്മളുടെ വ്യസനം ഭാഗവത ഗംഗയിലാണ്. എന്ന് പറഞ്ഞാലോ, ദിവസവും ഭാഗവത ഗംഗയിൽ കുളിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വ്യസനമാണ്, നമുക്ക് വിഷമമാണ്. ഓരോരുത്തർക്കും ഓരോ വ്യസനം. ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾക്കും വ്യസനം മൊബൈലിൽ, അല്ലേ? പുതിയ ഓരോ പരിപാടികളിൽ മുഴുകിയിരിക്കുക. അപ്പോ ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മി അദീവ്യത. അപ്പോ രുക്മി അദീവ്യത എന്ന് പറഞ്ഞാൽ ക്രീഡിച്ചു എന്നാണ്. ദിവ് ധാതു ക്രീഡായാം, ദിവ് ക്രീഡായാം എന്നർത്ഥമാണ്. അപ്പൊ അദീവ്യത, ക്രീഡിച്ചു. രുക്മി തേന ബലേന സഹ അക്ഷൈഹി അദീവ്യത. തുടർന്ന് ശതം സഹസ്രമയുധം രാമഃ തത്രാദദേ പണം തം തു രുക്മ്യജയത്തത്ര കാലിംഗഃ പ്രാഹ സദ്ബലം ദന്താൻ സന്ദർശയന്നുച്ചൈഃ നാമൃഷ്യത് തദ്ഹലായുധഃ. ശതം സഹസ്രമയുതം രാമഃ തത്രാദദേ പണം തം തു രുക്മ്യജയത്തത്ര കാലിംഗഃ പ്രാഹ സദ്ബലം ദന്താൻ സന്ദർശയന്നുച്ചൈഃ നാമൃഷ്യത് തദ്ഹലായുധഃ. അപ്പൊ മത്സരത്തിൽ എന്തെങ്കിലും ഇത് വെക്കണം, പ്രതിഫലം വെക്കണം. ജയിച്ചവന് തോറ്റവൻ കൊടുക്കുന്നതിനാണ് ഇവിടെ പണം എന്ന് പറയുന്നത്. പണം എന്നാൽ പന്തയം അഥവാ പ്രതിഫലം എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെയാണ് നമ്മൾ കറൻസിക്കും പണം എന്ന് പേര് വന്നു ചേർന്നത്. അപ്പൊ ഇവിടെ രാമൻ തത്ര രാമഃ, ഈ കളിയിൽ, ചൂതുകളിയിൽ രാമൻ, ബലരാമൻ
ശതം സഹസ്രം അയുധം പണം ആദതേ. ഓരോ പ്രാവശ്യവും കളിക്കുമ്പോൾ ആദ്യം 100 പണം, 100 സ്വർണ്ണ നാണയങ്ങളാവാം. അതുപോലെ പിന്നീട് പരാജയപ്പെട്ടപ്പോൾ അടുത്തത് കുറച്ചുകൂടി വാശി കൂടി, സഹസ്രം 1000 പണം വെച്ചു. അതും പരാജയപ്പെട്ടപ്പോൾ അയുധം 10,000. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അല്ലേ, ഇതിങ്ങനെ BP കൂട്ടി കൊണ്ടുവരും. ഈ കളിക്കുമ്പോൾ സ്പിരിറ്റ് കൂടി വരും, അഡിക്ഷൻ കൂടി വരും. അപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടുതൽ വലിയ തുകകൾ മത്സരത്തിൽ വെച്ചു. അതാണ് ആദ്യം 100, പിന്നെ 1000, പിന്നെ 10,000 പണം ആദതേ ആദാനം ചെയ്തു. ആദ്യത്തെയൊക്കെ ശരിക്കുള്ള തോൽവി തന്നെയാണ് ആർക്ക്? ബലരാമന്. രുക്മി ജയിച്ചു. തംതു രുക്മി അജയത്, അതിനെ രുക്മി ജയിച്ചു. ആ സമയത്ത് കൂടെയുള്ള രാജാക്കന്മാര് കലിംഗ രാജാവ് അയാൾ എന്ത് ചെയ്തു? ദന്താൻ സന്ദർശയൻ ഉച്ചൈഹി ബലം പ്രാഹസത്. ദന്തങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട്, പല്ല് പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട്, പല്ല് കാണിച്ച് നന്നായി ഇളിച്ചുകൊണ്ട്, ഉച്ചൈഹി ബലം പ്രാഹസത്, ഉച്ചത്തിൽ ബലനെ പ്രഹസിച്ചു. അങ്ങനെ പരിഹസിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ തത് ഹലായുധ ന അമൃഷ്യത്ത്, അത് ഹലായുധനായിട്ടുള്ള ബലരാമസ്വാമിക്ക് സഹിച്ചില്ല. ന അമൃഷ്യത്ത്, പക്ഷെ തന്റെ ഭാഗത്താണ് തോൽവി എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഉള്ളില് അടക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് അമുക്കി വെച്ചിട്ടുണ്ട്. കലിംഗനോടുള്ള വാശി ഉള്ളിൽ കയറിയിട്ടുണ്ട്. തന്നെ വെച്ചിട്ടുണ്ടടാ എന്ന മട്ടില് ബലരാമസ്വാമി ഉള്ളില് അമർത്തി വെച്ചു. സഹിച്ചില്ല എങ്കിലും പിന്നെയും കളി തുടരുകയാണ്. അതാണ് തതോ ലക്ഷം രുക്മ്യഗൃണ്ണാത് ഗ്ലഹം തത്രാജയത് ബലഃ ജിതവാൻ അഹമിത്യാഹ രുക്മീ കൈതവമാശ്രിതഃ. തതോ ലക്ഷം രുക്മ്യഗൃണ്ണാത് ഗ്ലഹം തത്രാജയത് ബലഃ ജിതവാൻ അഹമിത്യാഹ രുക്മീ കൈതവമാശ്രിതഃ. തതഃ രുക്മീ ലക്ഷം ഗ്ലഹം അഗൃണ്ണാത്. അനന്തരം ഒന്നുകൂടെ രുക്മിക്ക് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പോല് ബലരാമനെ നല്ലപോലെ പരാജയപ്പെടുത്താനായിട്ട് വലിയ തുക, 1,00,000 നാണയം എന്ന് പറയാം, 1,00,000 പണത്തെ ഗ്ലഹം എന്നാൽ പന്തയമണിയായിട്ട് ഗ്ലഹം അഗൃണ്ണാത് ഗ്രഹിച്ചു. നമുക്ക് 1,00,000 വെക്കാമെന്ന് പ്രകോപിപ്പിച്ചു. ആര്? രുക്മി തന്നെ. ആ കളിയില് ശരി എന്ന് പറഞ്ഞ് തത്ര ബലഹ അജയത്, അവിടെ ആ കളിയിൽ ബലരാമസ്വാമി ജയിച്ചു. യഥാർത്ഥത്തിൽ ജയിച്ചത് ബലരാമനാണ്. പക്ഷേ ബലരാമൻ ഞാൻ ജയിച്ചു എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ രുക്മി കൈതവമാശ്രിത അഹം ജിതവാനിതിയാഹ. കൈതവം ആശ്രിത, വഞ്ചനയെ സ്വീകരിച്ചുകൊണ്ട്, കളവിനെ സ്വീകരിച്ചുകൊണ്ട്, കാപട്യം ഇതാക്കിക്കൊണ്ട് രുക്മി അഹം ചിതവാൻ, ഞാനാണ് ജയിച്ചത്, ഇതിയാഹ എന്ന് പറഞ്ഞു. ഞാൻ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഭഗവാന് ബലരാമസ്വാമിക്ക് കോപം വന്നു. അതിനെക്കുറിച്ച് പറയുന്നു. മന്യുനാക്ഷുഭിതഃ ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോ അതിരുഷാ നിർബുധം ഗ്ലഹമാദതേ. മന്യുനാക്ഷുഭിതഃ ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോ അതിരുഷാ നിർബുധം ഗ്ലഹമാദതേ. അപ്പോ ശ്രീമാൻ ജാത്യാരുണാക്ഷ, ശ്രീമാനായ ബലരാമസ്വാമി ജന്മനാ തന്നെ ചുവന്ന കണ്ണാണ്, അരുണാക്ഷനാണ്. ഇപ്പൊ ഒന്നുകൂടെ മന്യുന, കോപത്തോടുകൂടി ഒന്നുകൂടെ ക്ഷുഭിതനായിട്ട്, പർവണി സമുദ്ര ഇവ ക്ഷുഭിത. പർവണി എന്ന് പറഞ്ഞാൽ അമാവാസി അല്ലെങ്കിൽ വെളുത്തവാവലൊക്കെ പർവ്വങ്ങളാണ്. ആ സമയത്ത് വേലിയേറ്റം ഉണ്ടാവുന്ന പോലെ സമുദ്രത്തിൽ വേലിയേറ്റം ഉണ്ടാവും എപ്പോ? വെളുത്തവാവിന്. അപ്പൊ അതുപോലെ വാവുന്നാൾ സമുദ്രം വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെ ക്ഷുഭിത. ബലരാമസ്വാമിയുടെ ഉള്ളില് കോപം വർദ്ധിച്ചു വന്നു. ആള് തന്നെ അല്ലെങ്കിൽ തന്നെ തമോ ഗുണപ്രധാനിയായ ആദിശേഷനാണ്. അപ്പൊ അത് വർദ്ധിച്ചു വന്നു. അതിരുഷ, കോപം വർദ്ധിച്ചിട്ട് എന്ത് ചെയ്തു? നിർബുധം ഗ്ലഹമാതതെ. എന്നാ പിന്നെ അടുത്ത കളി നിർബുധം ഗ്ലഹമാവട്ടെ,
നർബുദം എന്ന് പറഞ്ഞാൽ 10 കോടി എന്നാണ്. 10 കോടി ഒരു സംഖ്യ വെച്ചിട്ട് അതിനെ ഗ്ലഹമായിട്ട് പന്തയ പണമായിട്ട് സ്വീകരിച്ചു. ഞാനതാ 10 കോടി വെക്കുന്നു എന്ന് ദേഷ്യത്തോടുകൂടി ബലരാമസ്വാമി പ്രഖ്യാപിച്ചു. അപ്പോ അത് ആരാണ് ജയിച്ചത്? ധാർമ്മികമായിട്ട് ബലരാമനാണ് ജയിച്ചത്. പക്ഷേ കളവ് കൊണ്ട് രുക്മി ഞാനാണ് ജയിച്ചത് എന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകം. തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ഛലമാശ്രിതഃ രുക്മീജിതം മയാത്രേ മേ വദന്തു പ്രാശ്നികാ ഇതി. തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ഛലമാശ്രിതഃ രുക്മീജിതം മയാത്രേ മേ വദന്തു പ്രാശ്നികാ ഇതി. തം ചാഭിജിതവാൻ രാമഃ ധർമ്മേണ. ധർമ്മേണ, ധർമ്മം കൊണ്ട് രാമൻ തന്നെയാണ് തം അഭിജിതവാൻ, അതിനെയും ജയിച്ചത്. മുമ്പുള്ള ഒരു ലക്ഷ്യം ജയിച്ചത് രാമനാണ്, പക്ഷെ അവർ കളവിലൂടെ പറ്റിച്ചെടുത്തു. ഇതും രാമനാണ് ധാർമ്മികമായി ജയിച്ചത്. പക്ഷേ രുക്മി ആവട്ടെ ഛലം ആശ്രിത. ഛലം എന്നാൽ വീണ്ടും കളവ്, കപടം. ആ കാപട്യത്തെ സ്വീകരിച്ചുകൊണ്ട് മയാജിതം, എന്നാൽ ജയിക്കപ്പെട്ടു, ഞാനാണ് ജയിച്ചവൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് രുക്മി കളവ് കൊണ്ട്. എന്നിട്ട് കൂടെ ഇരിക്കുന്ന രാജാക്കന്മാരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇമേ പ്രാശ്നികാഹ വദന്തു ഇതി. വേണമെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കിക്കോളൂ. ഈ പ്രാശ്നികന്മാർ എന്ന് പറഞ്ഞാൽ ഇവരോട് ആരാണോ മധ്യസ്ഥന്മാരായി ഇരിക്കുന്നവർ, കാഴ്ചക്കാരായിരിക്കുന്നവർ, അവരോട് ചോദ്യം ചോദിച്ചാൽ അവർ പറയും. അവരോട് ചോദിച്ചു നോക്കൂ, വദന്തു ഇതി, ഇങ്ങനെ പറയൂ എന്ന്, താനാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആകാശവാണി ഉണ്ടായി. തഥാ ബ്രവീന്നഭോ വാണി ബലേനൈവ ജിതോ ഗ്ലഹഃ ധർമ്മതോ വചനേനൈവ രുക്മീ വദതി വൈ മൃഷാ. തഥാ ബ്രവീന്നഭോ വാണി ബലേനൈവ ജിതോ ഗ്ലഹഃ ധർമ്മതോ വചനേനൈവ രുക്മീ വദതി വൈ മൃഷാ. അപ്പോ തഥാ അബ്രവീത് നഭോവാണി. നഭോവാണി നഭസ് ആകാശം, ആകാശവാണി അബ്രവീത് പറഞ്ഞു. ആ സമയത്ത് എന്താ പറഞ്ഞത്? ഗ്ലഹഃ ബലേനയേവ ധർമ്മതഃ ജിതഃ. ഗ്ലഹം എന്നാൽ പന്തയം. ബലേനയേവ ബലരാമനാൽ തന്നെയാണ് ധർമ്മതഃ ജിതഃ, ധാർമ്മിക പ്രകാരം, ധർമ്മപ്രകാരം ജയിക്കപ്പെട്ടത്. അപ്പോ ബലരാമനാണ് ജയിച്ചിട്ടുള്ളത്. രുക്മി മൃഷാവചനേനേവ വദതി. രുക്മി മൃഷാവചനം, അനൃതവചനം, കളവ് വാക്കുകളാണ് പറയുന്നത് എന്ന് ആ സമയത്ത് തഥാ നഭോവാണി അബ്രവീത്. ആകാശവാണി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. താമനാദൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിതഃ സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിതഃ. താം അനാദൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദിതഃ സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിതഃ. താം അനാദൃത്യ വൈദർഭഃ. വൈദർഭഃ എന്ന് പറഞ്ഞത് വിദർഭ രാജാവിന്റെ മകൻ, ഭീഷ്മകന്റെ പുത്രൻ. ആരാണ്? രുക്മി. രുക്മിയെ വിശേഷിപ്പിച്ചതാണ് വൈദർഭഃ. രുക്മിണിയുടെ പേര് വൈദർഭി എന്നുണ്ടല്ലോ, അതുപോലെ വൈദർഭഃ. വൈദർഭൻ ദുഷ്ടരാജന്യ ചോദിതഃ, മറ്റ് ദുഷ്ടരാജാക്കന്മാരാൽ പ്രേരിതരായിട്ട് താം അനാദൃത്യ, താം എന്ന് പറഞ്ഞാൽ നഭോവാണിയും അനാദൃത്യ, ആ ആകാശവാണിയെ അനാദരിച്ചുകൊണ്ട് സംഘർഷണം പരിഹസൻ, ബലരാമസ്വാമിയെ, വാസ്തവത്തിൽ കോപമൂർത്തിയായ സംഹാര രുദ്രനേക്കാൾ ശക്തനായിട്ടുള്ള, പ്രളയകാലത്ത് എല്ലാറ്റിനെയും ദഹിപ്പിച്ചു കളയുന്ന ആ സംഘർഷണമൂർത്തിയെ പരിഹസിച്ചുകൊണ്ട് കാലചോദിത, എന്താ സമയമായി, വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോ കാലൻ പ്രേരിപ്പിക്കുകയാണ് രുക്മിയെ. ആര് പ്രേരിപ്പിക്കണു? കാലൻ. എന്താ കാരണം? കാലന് ഇയാളെ കൊണ്ടുപോകാൻ ഒരു കാരണം വേണം. അതിന് ബലരാമസ്വാമിയുടെ തല്ലുകൊണ്ട് ചാവണം. അപ്പൊ കാലനാൽ പ്രേരിതനായിട്ട്, അല്ലേ, ഓരോരുത്തരും അങ്ങനെയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് ആ വിമാന അപകടം ഉണ്ടായി. അവരെയൊക്കെ ആ സമയത്ത് ആ വിമാനത്തിൽ എത്തിച്ചത് അവരുടെ കാലമാണ്. ഒരാൾക്ക് മാത്രം കാലം ആയിരുന്നില്ല, അതുകൊണ്ട് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. 10 മിനിറ്റ് വൈകിയ ഒരു സ്ത്രീ.
അവർക്ക് സമയമായിട്ടില്ല. അവർക്ക് ഇനിയും പ്രാരബ്ധം ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ 10 മിനിറ്റ് വൈകി ഫ്ലൈറ്റ് പോവാൻ പുറപ്പെട്ടു. വേറൊരാൾ അതിൽ നിന്ന് എങ്ങനെയോ തെറിച്ച് വീണ് രക്ഷപ്പെട്ടു. അയാൾക്കും കാലമായിട്ടില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ കാലമായി. മാത്രമല്ല, ഏതോ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ MBBS സ്റ്റുഡൻസ് അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവർ സേഫ് എന്ന് കരുതിയിരിക്കുന്നിടത്ത് സുഖമായി തമാശ പറഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ തലയിലാണ് ഇടിത്തീ വന്ന് വീഴുന്നത്. കാലചോദിത. അവരുടെ സമയത്തിന് കാലൻ കൊണ്ടുവന്നതാണ് ആ പ്ലെയിനിനെ. അതിൽ എത്ര പേരോ മരിച്ചിട്ടുണ്ട്. എണ്ണം കിട്ടിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. 40 പേരോളം ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നവർ മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയും പലരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കാണാനില്ല. ഇപ്പൊ കാണാനില്ലാത്തവരൊക്കെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ ഭസ്മമായിട്ട് കിടപ്പുണ്ടാവും. എന്തായാലും 300-ലധികം ആകും എല്ലാം കൂടി വരുമ്പോഴേക്കും. ഇപ്പൊ പറഞ്ഞു വന്നത് കാലചോദിത. കാലമായപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയതാണ്. അതിന് പലതും കാരണമായിട്ടുണ്ടാവാം. എല്ലാം കാലനാണ് പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് സംശയങ്ങൾ ഉണ്ട്. ഇത് ഒരു അട്ടിമറിയാവാൻ സാധ്യതയുണ്ട്. പുറത്തു വിടുന്നില്ല എന്നുള്ളൂ. എല്ലാം തെളിയുമ്പോഴേ പുറത്തു വിടുള്ളൂ. എന്തായാലും എന്തായി? സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിത. കാലപ്രേരിതനായിട്ട് സംഘർഷണനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറയുന്നത്? നൈവാക്ഷകോവിദായൂയം ഗോപാല വനഗോചരാഹ അക്ഷൈർദിവ്യന്തി രാജാനോ ബാണൈശ്ച നബവാദൃശാഃ. നൈവാക്ഷകോവിദായൂയം ഗോപാല വനഗോചരാഹ അക്ഷൈർദിവ്യന്തി രാജാനോ ബാണൈശ്ച നബവാദൃശാഃ. യൂയം ഗോപാലാഹ. നിങ്ങളൊക്കെ പശുക്കളെ മേച്ച് നടക്കുന്നവരാണ്. വനഗോചരാഹ. കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നവരാണ്. പ്രാകൃതരാണ്. സംസ്കാരഹീനന്മാരാണ്. ഇതൊക്കെ ഞങ്ങളെ പോലെയുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ബുദ്ധിമാന്മാർക്ക്, ബുദ്ധിജീവികൾക്ക് പറഞ്ഞിട്ടുള്ള കളികളാണ്. അപ്പൊ നിങ്ങൾ ബലരാമൻ ഗോപാലന്മാരാണ്. കൃഷ്ണനെയും ചേർത്താ പറയുന്നത്. ഗോക്കളെ പരിപാലിക്കുന്നവരും വനഗോചരന്മാരുമാണ്. കാട്ടിൽ വസിക്കുന്നവരാണ്. യൂയം അക്ഷകോവിദാഹ ന ഏവ. നിങ്ങള് ഈ അക്ഷക്രീഡയിലൊന്നും കോവിതരല്ല. നിങ്ങൾക്കുണ്ടോ ഈ ചൂതുകളിയൊക്കെ അറിയണു? അതുകൊണ്ട് നിങ്ങൾ സമർത്ഥരല്ല. അക്ഷൈ ബാണൈഹിച്ച രാജാനഹ ദിവ്യന്തി. ഇതൊക്കെ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള കളികളാണ്. അക്ഷങ്ങളെ കൊണ്ട് ക്രീഡിക്കുന്നതും ബാണങ്ങൾ, അസ്ത്രങ്ങളൊക്കെ, യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നതും രാജാക്കന്മാരാണ്. നിങ്ങൾക്ക് പശുക്കളെ മേയ്ക്കാനല്ലാതെ എന്തറിയാം? ന ഭവാദൃശാഹ. നിങ്ങളെപ്പോലെയുള്ളവർക്കല്ല. നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ കളിയെക്കുറിച്ചൊന്നും ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി. രുക്മിയാണ് ജയിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് ആ പണം ഇങ്ങോട്ടേക്ക് കൊടുക്കുക എന്ന മട്ടില് അവരെല്ലാം കളിയാക്കി എന്നർത്ഥം. രുക്മി ഇങ്ങനെ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ അത് കേട്ട് ചിരിച്ചു. നൈവാക്ഷകോവിദായൂയം ഗോപാല വനഗോചരാഹ അക്ഷൈർ ദിവ്യന്തി രാജാനോ ബാണൈശ്ച നഭവാദൃശാഃ. രുക്മിണൈവം അധിക്ഷിപ്തോ രാജഭിശ്ച ഉപഹാസിതഃ ക്രുദ്ധഃ പരിഘമുദ്യമ്യ ജഗ്നേ തം നൃമ്ണ സംസദി. രുക്മിണൈവം അധിക്ഷിപ്തോ രാജഭിശ്ചോപഹാസിതഃ ക്രുദ്ധഃ പരിഘമുദ്യമ്യ ജഗ്നേ തം നൃമ്ണ സംസദി. ഏവം രുക്മിണ അധിക്ഷിപ്തഃ. ഇപ്രകാരം രുക്മിയാൽ അധിക്ഷേപിക്കപ്പെട്ടവനായ ബലരാമസ്വാമി, പരിഹസിക്കപ്പെട്ടവനായ ബലരാമസ്വാമി, രാജഭിഹി ഉപഹാസിതഃ ച. കലിംഗൻ മുതലായ രാജാക്കന്മാരാൽ പരിഹാസിതനുമായി, പരിഹസിക്കപ്പെട്ടവനായിട്ട് ക്രുദ്ധഃ രാമഃ. ആ ക്രോധം വർദ്ധിച്ചവനായിട്ടുള്ള രാമൻ പരിഘമുദ്യമ്യ, തന്റെ കയ്യിലുള്ള ഒലക്കയെ പരികയെടുത്തു. പരിഘമെടുത്ത് നൃമ്ണ സംസദി തം ജഗ്നേ. നൃമ്ണ സംസദി എന്ന് പറഞ്ഞാല് നല്ല മനുഷ്യരൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മംഗളവേദി.
വിവാഹം നടന്ന ആ സ്ഥലമാണ്. അപ്പൊ മംഗളസഭയിൽ വെച്ച് തം ജഗ്നേ, അവനിട്ട് ഒരു ഹനനം ചെയ്തു, ഒന്ന് ഹനിച്ചു, അവനെ കൊന്നു എന്നർത്ഥം. ഒരടിയെ വേണ്ടി വരുള്ളൂ. ഭഗവാന്റെയൊക്കെ ദേഷ്യത്തോടു കൂടി ഒരടി കൊണ്ടാൽ രുക്മിയുടെ പണി കഴിഞ്ഞു. അപ്പൊ ഏതൊരു രുക്മിയെ മുമ്പ് സിമ്പതിയോടെ അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ ഭഗവാനെ പോലും ശാസിച്ചുവോ, രുക്മിണിയെ ആശ്വസിപ്പിച്ചുവോ, ആ ബലരാമസ്വാമിയുടെ കൈകൊണ്ട് തന്നെ ആ രുക്മിയുടെ അന്ത്യം സംഭവിച്ചു, രുക്മിവധം സാധിച്ചു. അപ്പൊ എന്തുകൊണ്ട്? അവന്റെ യോഗം അങ്ങനെയാണ്. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനുള്ളവനല്ല, അതിനുള്ള പുണ്യമില്ല. ബലരാമസ്വാമിയുടെ കൈകൊണ്ട് അടിക്കാനുള്ളതാണ്. അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അവന്റെ സ്വഭാവം കൊണ്ട് വന്നു ചേർന്നതാണ്. അപ്പോ എന്താ പറയുക, ഓരോരുത്തരുടെയും സ്വഭാവമാണ് അവരുടെ വിധിയെ നിശ്ചയിക്കുന്നത്. കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താൻ അപാദയത് ക്രുദ്ധോ യോ ഹസത് വിവൃതൈർദ്വിജൈഃ. കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താൻ അപാദയത് ക്രുദ്ധോ യോ ഹസത് വിവൃതൈർദ്വിജൈഃ. രുക്മിയെ വധിച്ചു കഴിഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ അവിടുന്ന് പറക്കണം, സ്ഥലം വിടുകയാണ്, എഴുന്നേറ്റ് ഓടി എല്ലാരും. അതാണ് ദശമേ പദേ എന്ന് പറയുന്നത്. 10ാമത്തെ അടി വയ്ക്കുമ്പോഴേക്കും കലിംഗരാജം തരസാ ഗൃഹീത്വ, ബലരാമസ്വാമി പുറകെ ചെന്ന് ആ കലിംഗരാജാവിനെ വേഗത്തിൽ ചാടിപ്പിടിച്ച് എവിടേക്കാ നീ പോണെന്ന് പറഞ്ഞിട്ട് 10 അടി ഓടുമ്പോഴേക്കും അവന്റെ പുറകിലെത്തി. ദശമേ പദേ ഗൃഹീത്വ എന്ത് ചെയ്തു? ക്രുദ്ധനായ ബലരാമസ്വാമി ദന്താൻ അപാദയത്, അവന്റെ പല്ലൊക്കെ അടിച്ചു കൊഴിച്ചു, ദന്തങ്ങളെ പതിപ്പിച്ചു. എന്താ കാരണം? യോ അഹസത് വിവൃതൈർ വിജയി. മുമ്പ് ഭഗവാനെ ബലരാമസ്വാമിയെ പരിഹസിക്കും, പല്ല് കാണിച്ച് ചിരിച്ചു. ദ്വിജങ്ങൾ എന്നാൽ പല്ലുകൾ. അപ്പൊ ദ്വിജൈഹി വിവൃതൈഹി, വിവൃതങ്ങളായ ദ്വിജങ്ങളെ കൊണ്ട്, തുറന്നു വെച്ച പല്ലുകളെ കൊണ്ട്, വായ തുറന്ന് പല്ല് കാണിച്ച് ആരാണോ പരിഹസിച്ചത് അവന്റെ പല്ലുകളെ ഭഗവാൻ ബലരാമസ്വാമി അടിച്ചു കൊഴിച്ചു. ദന്താൻ അപാദയത്, നീ പല്ലില്ലാതെ നടക്ക്. അന്ന് കാലത്ത് അല്ലേ പല്ല് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊന്നും ആരംഭിച്ചിട്ടില്ല. വെപ്പ് വല്ലൊന്നും കിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് അയാളെ പല്ലടിച്ച് കൊഴിപ്പിച്ചു. അപ്പോ കലിംഗരാജന്റെ പല്ലെല്ലാം കൊഴിച്ചു. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോ രുധിരോക്ഷിതാഃ രാജാനോ ദുദ്രുവർഭീതാഃ ബലേന പരിഘാർദിതാഃ. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോ രുധിരോക്ഷിതാഃ രാജാനോ ദുദ്രുവർഭീതാഃ ബലേന പരിഘാർദിതാഃ. ബലേന പരിഘാർദിതാഃ അന്യേ രാജാനഃ. ബലരാമനാൽ പരിഘം കൊണ്ട് ഒലയ്ക്ക കൊണ്ട് മർദ്ദിതരായിരിക്കുന്ന അന്യേ രാജാനഃ, മറ്റ് രാജാക്കന്മാർ, രുക്മിയുടെ കൂട്ടുകാരായ ബലരാമനെ പരിഹസിച്ച രാജാക്കന്മാർ, നിർഭിന്ന ബാഹു ഊരു ശിരസഃ, അവരുടെ ബാഹുക്കൾ, കൈകളും ഊരു തുടകളും ശിരസ് തലയും എല്ലാം നിർഭിന്നമായിട്ട് അടിച്ച് ചതയ്ക്കപ്പെട്ടിട്ട്, ബലരാമസ്വാമിയുടെ ഒലയ്ക്ക കൊണ്ടുള്ള അടിയേറ്റ് അംഗവൈകല്യങ്ങൾ വന്നവരായിട്ട്, രുധിരോക്ഷിതാഹ, രുധിരത്തിൽ കുളിച്ചവരായിട്ട്, ചോരയിൽ കുളിച്ചവരായിട്ട്, ഭീതാഹ ദുദ്രുവുഹു, ഭയപ്പെട്ട് പ്രാണനും കൊണ്ട് ദ്രവിച്ചു പാഞ്ഞുപോയി. അപ്പൊ മറ്റു രാജാക്കന്മാരൊക്കെ അടികൊണ്ട് അംഗവൈകല്യങ്ങൾ വന്ന് തല ചതഞ്ഞും കയ്യും കാലും ഒടിഞ്ഞും എങ്ങനെയൊക്കെയോ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോ രുധിരോക്ഷിതാഃ രാജാനോ ദുദ്രുർഭീതാ ബലേന പരികാർദിതാഃ. നിഹതേ രുക്മിണിസ്യാലേ നാബ്രവീത് സാധ്വസാധുവ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാദ് ഹരിഃ. നിഹതേ രുക്മിണിസ്യാലേ നാബ്രവീത് സാധ്വസാധുവ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാദ് ഹരിഃ. നിഹതേ രുക്മിണി സ്യാലേ
നാബ്രവീത് സാധു അസാധുവ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാത് ഹരിഹി. ഹരി ഒന്നും ഇടിയില്ല എന്ന. ഹരി ആരാ? ഭഗവാൻ കൃഷ്ണൻ. ഇതിനെല്ലാം സാക്ഷിയാണ്. സാക്ഷിയായിട്ടും ആരോടും ഒന്നും മിണ്ടിയില്ല. രുക്മിണിയോടും ഒന്നും പറഞ്ഞില്ല. രുക്മിണിയെ ആശ്വസിപ്പിക്കാനായിട്ട് പോയാൽ ബലരാമസ്വാമിക്ക് ദേഷ്യം വരാം. ബലരാമസ്വാമിയോട് നന്നായി എന്ന് പറയാൻ പോയാൽ രുക്മിണിക്ക് സങ്കടം വരാം. അതുകൊണ്ട് ശ്യാലൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തൻ്റെ ഭാര്യ സഹോദരൻ, ഭഗവാന്റെ ഭാര്യയുടെ രുക്മിണിയുടെ സഹോദരനാണ് ശ്യാലൻ. ഇവിടെ രുക്മി. ആ രുക്മിയെ സപ്തമിയിൽ പറഞ്ഞതാണ് രുക്മിണി എന്ന് ഹ്രസ്വത്തില്. അവിടെ നിങ്ങൾ രുക്മിണി എന്നെടുക്കരുത്. രുക്മിണി ദേവിയല്ല, രുക്മിൻ എന്നുള്ള ശബ്ദമാണ്. അതിന്റെ സപ്തമി വിഭക്തിയാണ് രുക്മിണി. ശ്യാലേ നിഹതേ, സതിസപ്തമി പ്രയോഗം. ഇപ്പൊ രുക്മിൻ എന്നുള്ള നകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ സപ്തമി ഏകവചനം രുക്മിണി, ഹ്രസ്വം. രുക്മിണി എന്ന് പറയുമ്പോഴാണ്, ദീർഘമാവുമ്പോഴാണ് സ്ത്രീലിംഗം രുക്മിണി ദേവിയാകുന്നത്, പ്രഥമയാകുന്നത്. ഇത് പ്രഥമയല്ല, സപ്തമി എന്ന് മനസ്സിലാക്കാം. അപ്പോ രുക്മിണി ശ്യാലേ നിഹത, രുക്മിയാകുന്ന ശ്യാലൻ നിഹനിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ ഹരിഹി സാധു അസാധുവാ ന അബ്രവീത്. സാധു എന്നോ അസാധു എന്നോ, നല്ലത് എന്നോ അല്ലെങ്കിൽ ശരിയായില്ല എന്നോ, അല്ലേ? ഭഗവാൻ രുക്മിയെ അപമാനിച്ചപ്പോ ബലരാമസ്വാമി വന്ന് അസാധു എന്ന് പറഞ്ഞ് ഭഗവാനെ ശാസിച്ചതാണ്. അപ്പൊ അത് പറഞ്ഞ് വേണമെങ്കിൽ ഭഗവാനെ ബലരാമസ്വാമിയെ കളിയാക്കാം. ഇപ്പൊ എന്തായി? അന്ന് ഞാൻ വെറും താടിയും മീശയൊക്കെ വടിച്ചുള്ളൂ. ഇപ്പൊ ഏട്ടൻ എന്താ ചെയ്ത്? അവനെ തല്ലി തന്നെ കൊന്നില്ലേ, അവന്റെ തലക്കടിച്ച് കൊന്നില്ലേ? ഇത് നല്ലതാണോ? ബന്ധുക്കളെ കൊല്ലുന്നത് നല്ല കാര്യമാണോ എന്നൊക്കെ ചോദിക്കാം, പരിഹസിക്കാം. അസാധു എന്ന് പറയാം. മര്യാദയല്ല കേട്ടോ ഏട്ടാ ബന്ധുക്കളെ കൊന്നത്, ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറയാം. പക്ഷേ ഭഗവാൻ അതും പറഞ്ഞില്ല, സാധു എന്നും പറഞ്ഞില്ല, രുക്മിണിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. കാരണം രുക്മിണിയോട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ബലരാമസ്വാമിക്ക് തോന്നും, ഓ ഞാൻ ചെയ്തതിനെ കുറ്റപ്പെടുത്തി എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന മട്ടിൽ തോന്നാം, അല്ലേ? അതുകൊണ്ട് ഹരിഹി രുക്മിണീ ബലയോഹോ സ്നേഹഭംഗ ഭയാത്, രുക്മിണിയോടും ബലനോടും അവരുടെ സ്നേഹഭംഗം ഭയം ഹേതുവായിട്ട് അത് നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. രണ്ടുപേർക്കും മുഷിച്ചിലുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് വെറും സാക്ഷിയായിട്ടിരുന്നു. ഭഗവാന്റെ തനി സ്വഭാവം അതാണ്. ബാക്കിയൊക്കെ അഭിനയമാണ്. അപ്പൊ അഭിനയത്തെ വേണ്ടാന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. ഒന്നും അഭിനയിക്കേണ്ട, ഇവിടെ ഒന്നും മിണ്ടാതിരിക്കലാണ് ഉത്തമം. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ് ഭഗവാൻ ലോകരീതി അനുസരിച്ച് ന്യൂട്രലായിട്ട് നിന്നു. തതോ നിരുദ്ധം സഹ സൂര്യയാവരം രഥം സമാരോപ്യ യുക്കുശസ്ഥലീം രാമാദയോ ഭോജകടാദശാർഹാഃ സിദ്ധാഖിലാർത്താ മധുസൂദനാശ്രയാഃ. തതോ നിരുദ്ധം സഹ സൂര്യയാ വരം രഥം സമാരോപ്യ യുക്കുശസ്ഥലീം രാമാദയോ ഭോജകടാദശാർഹാഃ സിദ്ധാഖിലാർത്താ മധുസൂദനാശ്രയാഃ. അപ്പൊ മധുസൂദനാശ്രയാഃ രാമാദയഃ ദാശാർഹാഃ. ഭഗവാൻ മധുസൂദനനെ ആശ്രയിച്ചിരിക്കുന്നവരായ ബലരാമാദികളായ ദാശാർഹന്മാർ, യാദവന്മാർ എന്നർത്ഥം. സിദ്ധ അഖിലാർത്താഹ, വന്ന കാര്യമൊക്കെ സാധിച്ചു. എന്തിനാ വന്ന? അനിരുദ്ധന്റെ വിവാഹത്തിന്. അതൊക്കെ സാധിച്ചു. പിന്നെ കൂട്ടത്തിൽ ബോണസായിട്ട് ശത്രുവായിട്ടുള്ള രുക്മിയുടെ പണിയും കഴിച്ചു വേണമെങ്കിൽ. അങ്ങനെ സിദ്ധ അഖിലാർത്താഹ. തതഃ അനന്തരം സൂര്യയാ സഹ, സൂര്യ എന്ന് പറഞ്ഞാൽ നവോഢ എന്നർത്ഥം. നവവധുവായ ആ രോചനയോടുകൂടെ അനിരുദ്ധം വരം രഥം സമാരോപ്യ
അനിരുദ്ധനാകുന്ന വരനെ രഥത്തിൽ കയറ്റിയിട്ട്, അപ്പൊ ആ വിവാഹ ഘോഷയാത്രയായിട്ട് വധൂവരന്മാരെ വേണ്ട രീതിയിൽ ഘോഷിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ഭോജകടാത് കുശസ്ഥലീം യയുഹു, ഭോജകടം എന്നുള്ള ആ പുരത്തിൽ നിന്ന്, രുക്മിയുടെ പുരത്തിൽ നിന്ന് കുശസ്ഥലി എന്ന് പറയുന്ന ദ്വാരകാപുരിയിലേക്ക് യയുഹു യാനം ചെയ്തു. അപ്പൊ അനിരുദ്ധനെയും രോചനെയും രഥത്തിൽ കയറ്റിക്കൊണ്ട് വന്ന കാര്യമെല്ലാം സാധിച്ചവരായ രാമകൃഷ്ണന്മാരും മറ്റ് യാദവന്മാരും രുക്മിണീ ദേവിയും പ്രദ്യുമ്നാദികൾ എല്ലാവരും കൂടെ തിരിച്ച് മടങ്ങിപ്പോയി. വന്ന കാര്യം കഴിഞ്ഞ് മടങ്ങിപ്പോയി. എന്തായാലും രുക്മിയെ വധിക്കേണ്ട സന്ദർഭം ആയിരുന്നു. അത് ബലരാമസ്വാമിയുടെ കൈകൊണ്ടാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും രുക്മിയുടെ മകളായ രുക്മവതിക്കോ പൗത്രിയായ രോചനയ്ക്കോ സഹോദരിയായ രുക്മിണിക്കോ ഒക്കെ സങ്കടം ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. പക്ഷേ അവർക്കറിയാം, അവരുടെ രുക്മിണിക്ക് അറിയാം തന്റെ സഹോദരൻ വലിയ അധർമ്മമാണ് പ്രവർത്തിച്ചത്. രുക്മവതിക്കറിയാം തന്റെ അച്ഛൻ കൊള്ളരുതായ്മയാണ് പ്രവർത്തിച്ചത്. അച്ഛന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ബലരാമസ്വാമി വല്യച്ഛനാണ്, അല്ലേ? അപ്പൊ വല്യച്ഛൻ എത്ര സഹിക്കും? അതുപോലെ തന്നെ രോചനയ്ക്കും ദൃക്സാക്ഷികളാണ് അവരൊക്കെ. മുത്തശ്ശൻ കാണിച്ചത് കൊള്ളരുതായ്മയാണ്, അപ്പൊ മുത്തശ്ശന് വധം അർഹിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളിൽ വന്ന സങ്കടത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരെല്ലാം തിരിച്ച് വിവാഹ ഘോഷയാത്ര ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ അനിരുദ്ധന്റെ ആദ്യത്തെ വിവാഹം, രോചനയുമായിട്ടുള്ള വിവാഹം, അത് പറഞ്ഞു. ഇനി 2 അധ്യായങ്ങളിൽ അനിരുദ്ധന്റെ മറ്റൊരു വിവാഹം, ഉഷ എന്നുള്ള ബാണപുത്രിയുമായിട്ടുള്ള വിവാഹം പറയാനിരിക്കുന്നു. നമുക്ക് നാളെ രാവിലെ കാണാം. ഹരിയോമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധ വിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഉഷ അനിരുദ്ധം, അനിരുദ്ധനും ഉഷയുമായിട്ടുള്ള വിവാഹം നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് ശേഷമുള്ള ക്ലാസ്സിൽ കാണാം. ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ശരി. ഓ